സോ അനിമൽ കിങ്ഡം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്, അനിമൽ കിങ്ഡം. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും, പക്ഷേ കുറേ അധികം കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്ന ഒരു പോർഷനും കൂടിയാണ്. കുറേ എക്സാമ്പിൾസും കുറേ അധികം നമുക്ക് സയന്റിഫിക് നെയിംസും ഒക്കെ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോർഷനും കൂടിയാണ് ഈ ഒരു അനിമൽ കിങ്ഡത്തിൽ വരുന്നത്. ഞാൻ രോഹിത്തിന്റെ അമ്മയാണ് കേട്ടോ. മോൻ പോയി തൻ്റെ അവിടുന്ന് യൂണിവേഴ്സിറ്റിൻ്റെ ബ്രൈറ്റ് എഡ്യൂക്കേഷനിൽ നിന്ന് പോയി പഠിച്ചു. എല്ലാ വർഷവും സ്കോളർഷിപ്പ് കിട്ടി പഠിച്ചു. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2-3 വർഷം യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. ഇവിടെ വന്ന് FMG പാസ്സായി. ഇപ്പോൾ അവൻ ഇവിടുത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജിൽ JJ ഗ്രാൻഡ് മെഡിക്കൽ കോളേജ്, JJ ഹോസ്പിറ്റൽ എന്ന് പറയും, അതിനകത്ത് അവൻ ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളോട് നന്ദി, വളരെ സന്തോഷമുണ്ട് കേട്ടോ. യെസ്, ആദ്യം നമുക്ക് എന്താണ് ഒരു അനിമലിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അനിമൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസിനെയാണ് നമ്മൾ അനിമൽസ് എന്ന് പറയുന്നത്. അനിമൽസ് ദേ ആർ മൾട്ടി സെല്ലുലാർ ആണ്, അതുപോലെ തന്നെ ഹെട്രോട്രോപിക് ആണ്. എന്താ ഹെട്രോട്രോപിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? എനിവൺ റെസ്പോണ്ട്? ഹെട്രോട്രോപിക് എന്താ മക്കളെ? ഹെട്രോട്രോപിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാരും റെസ്പോണ്ട് ചെയ്യാത്തത്? ലക്ഷ്മി ഉണ്ടോ മോളെ? ലക്ഷ്മി അനക? യെസ്. എന്താ ഹെട്രോട്രോപിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ? പറഞ്ഞു. ഹെട്രോട്രോപിക്, ഓട്ടോട്രോപിക് ആൻഡ് ഹെട്രോട്രോപിക് ഓർമ്മ വന്നോ? യെസ്, ഓർമ്മ വന്നോടാ? യെസ്, ഹെട്രോട്രോപിക് എന്ന് പറഞ്ഞാൽ ദേ ഡിപ്പെൻഡ് അതേഴ്സ് ഫോർ ഫുഡ് അല്ലേ, ഫുഡിന് വേണ്ടി മറ്റുള്ള ഓർഗാനിസങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി ആനിമൽസ് ആണ് ഹെട്രോട്രോപിക് എന്ന് പറയുന്നത്. അവരെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? അതർ ഓർഗാനിസംസ്, അതായത് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവരുടെ ഫുഡ് അല്ലെ. ഫുഡിന് വേണ്ടി പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ ഒരു പ്രത്യേകത, അനിമൽസ് മൾട്ടി സെല്ലുലാർ ആണ് നമ്മൾ പറഞ്ഞു. ദെൻ ദേ ആർ ഹെട്രോട്രോപിക് ഓർഗാനിസംസ് ആണ്. ആൻഡ് ആൾസോ വിത്തൗട്ട് സെൽ വോൾ, അവർക്ക് എന്തില്ല? സെൽ വോൾ ഇല്ല, അനിമൽസിന് സെൽ വോൾ ഇല്ല. ആൻഡ് പിന്നെ എന്തും കൂടി ഇല്ല? ക്ലോറോഫില്ലും ഇല്ല. അപ്പോൾ ക്ലോറോഫിൽ ഉള്ള അതാർക്കാ? പ്ലാന്റ്സിലാണ് അല്ലെ. പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസിനാണ് എന്തുള്ളത്? ഈ ക്ലോറോഫിൽ എന്നുള്ളൊരു പിഗ്മെന്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലെ. അനിമൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദേ ആർ മൾട്ടി സെല്ലുലാർ ആണ്, ഹെട്രോട്രോപിക് ആണ്, വിത്തൗട്ട് സെൽ വോൾ ആണ്, ആൻഡ് ആൾസോ വിത്തൗട്ട് ക്ലോറോഫില്ലും കൂടിയാണ് ഈ ഒരു അനിമൽസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. യെസ്, ക്ലിയർ ആയോ? ഈ 3 പോയിന്റ്സും വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം. ബേസിക് ആണെന്ന് തോന്നുന്നുണ്ട്, എല്ലാവർക്കും അതറിയാവുന്ന പോയിന്റ്സ് തന്നെയാണ്. ഇനി അടുത്തത്, നമ്മുടെ അനിമൽസിനെ 11 മേജർ ഫൈലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കിങ്ഡം അനിമേലിയ ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 11 മേജർ ഫൈലാസ്. 11 ഫൈലങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദേ ആർ പോറിഫെറ, ഫസ്റ്റ് ഓൺ പോറിഫെറ, നിഡേരിയ, ടീനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്, ആസ് ഹെൽമിന്തസ്, അന്നലീഡ, ആർത്രോപോഡ, മൊളുസ്ക, എക്കിനോഡെർമാറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. ഇങ്ങനെ 11 ഫൈലാസ് ആയിട്ട് നമ്മുടെ കിങ്ഡം അനിമേലിയ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എന്തിന്റെ ബേസിസിലാണ് ഈ കിങ്ഡം അനിമേലിയ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കിങ്ഡം അനിമേലിയ പല ഫൈലങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത് അത് നമ്മൾ പഠിക്കണം. ദെൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിന്റെയൊക്കെ ബേസിസിലാണ്? ഇപ്പോൾ നമ്മൾ പറയാം ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, പാറ്റേൺസ് ഓഫ് കോംപ്ലക്സിറ്റീസ് ഓഫ് ഓർഗൻ സിസ്റ്റം ഉണ്ട്, ബോഡി സിമെട്രി, ബോഡിയുടെ സിമെട്രി എങ്ങനെയാണ്, ജേം ലെയേഴ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സീലോം, സെഗ്മെന്റേഷൻ, ദെൻ നോട്ടോപോഡ്. ഇതിന്റെ ബേസിസിലാണ് ഈ അനിമൽസിന്
എന്ത് ചെയ്തിട്ടുള്ളത് 11 ഫൈലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്, ഓർഗൻ സിസ്റ്റം ഉണ്ട്, ബോഡി സിമെട്രി ഉണ്ട്, ജേം ലെയേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. സോ ഇത് ഓരോന്നും എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ ഫൈലത്തിലാണ് ഇത് ഇൻക്ലൂഡഡ് ആവുക, ഓരോ ഫൈലത്തിന്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്, അതിന്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ എക്സാമ്പിൾസ് വിത്ത് സയന്റിഫിക് നെയിംസ്, ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യെസ്, ഓഡിബിൾ ആണോ, ക്ലിയർ ആണോ, സ്പീഡ് ഉണ്ടോ, മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ. ഇനി അടുത്ത് നോക്കിയാൽ നമ്മൾ പറഞ്ഞ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്. അതിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ബോഡി സിമെട്രി, ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ കുറെ പിക്ചേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. ബോഡി സിമെട്രി, സിമെട്രിന്റെ ബേസിസിൽ വരുന്നതും കുറെ പിക്ചേഴ്സ് ഉണ്ട്. ജേം ലെയേഴ്സ്, ജെർമിനൽ ലെയേഴ്സ് അല്ലെങ്കിൽ ജേം ലെയേഴ്സ്, എംബ്രിയോണിക് ലെയേഴ്സ് എന്നൊക്കെ പറയും. ദെൻ സീലോം എന്ന് പറയുന്നത് ബോഡി ക്യാവിറ്റി ആണ്. ദെൻ മെറ്റാമറിസം, ദാറ്റ് ഈസ് സെഗ്മെന്റേഷൻ, നോട്ടോകോഡും. ഇതിന്റെയൊക്കെ ബേസിസിൽ ആണ് നമ്മളുടെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ, ഈ അനിമേലിയ എന്ന് പറയുന്ന ഫൈൽ, അനിമേലിയനെ എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫറെന്റ് ഫൈലാസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ നോക്കാം. ഈ ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 4 സ്റ്റേജസ്, അല്ലെങ്കിൽ 4 ലെവൽസിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ആണെങ്കിൽ നമ്മുടെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സെല്ലുലാർ ലെവൽ, അതിന്റെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായിരിക്കും. സെല്ലുലാർ ലെവലിൽ മാത്രമേ ഉള്ളൂ, അത് കൂടുതലായിട്ട് എന്ത് ചെയ്തിട്ടില്ല, ഡിവൈഡ് ചെയ്തിട്ടില്ല. സെൽസിന്റെ ഒരു ലെവലിൽ മാത്രമാണ് നിൽക്കുന്നത്, സെൽസ് മാത്രമാണ് അതിൽ ഉണ്ടാവുന്നത്, ടിഷ്യൂസ് ആയിട്ടില്ല, ഓർഗനോ അങ്ങനെയൊന്നും ആയിട്ടില്ല. ഒരു ബേസിക് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് സെൽസ്, സെല്ലുലാർ ലെവൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടിഷ്യൂ ലെവൽ. എന്താ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ മക്കളെ ടിഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടിഷ്യൂ എന്താ? യെസ്, ടിഷ്യൂ എന്താ? ആരോ ഒരാൾ പറഞ്ഞില്ലോ, റെസ്പോണ്ട് ചെയ്തില്ലോ. ടിഷ്യൂ എന്താ? Group of cells for a functioning for a specific function. ഓക്കെ. അപ്പൊ നമ്മുടെ ടിഷ്യൂസ് കുറെ അധികം ഒരു സ്പെസിഫിക് ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് സെൽസ് കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ടിഷ്യൂസ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറെ ടിഷ്യൂസ് കമ്പൈൻ ചെയ്ത് നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, ഓർഗൻ ഉണ്ട്. ദാറ്റ് ഈസ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ടിഷ്യൂസ് ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ ടു ഫോം ഓർഗൻസ്. ഈച്ച് ഓർഗൻ, ഓരോ ഓർഗനും ഒരു പെർട്ടിക്കുലർ ഫങ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് ആരാണ്, അതിന്റെ എക്സാമ്പിൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി അടുത്ത ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻസ്, ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ഓർഗൻസിനും ഓരോരു ഫംഗ്ഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ബോഡിയിൽ തന്നെ ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ട്. ആ ഓർഗൻസിനെല്ലാം ഒരേ ഫംഗ്ഷൻ അല്ല, ഡിഫറെന്റ് ഫംഗ്ഷൻസ് ആണ് അവർ പെർഫോം ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞാൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഓർഗൻസ് എല്ലാം കൂടി ചേർന്നിട്ട് ടു ഫോം എ ഫങ്ഷണൽ സിസ്റ്റം ഫോം ചെയ്യുന്നുണ്ട്. ഓർഗൻസ് എല്ലാം കൂടി ചേർന്ന് ഒരു ഫങ്ഷണൽ സിസ്റ്റം പെർഫോം ചെയ്യുന്നുണ്ട്. ഓരോ സിസ്റ്റമും പെർഫോം ചെയ്യുന്നത് സ്പെസിഫിക് ഫങ്ഷൻസ് ആണ്. ഓർഗൻ സിസ്റ്റം പെർഫോം ചെയ്യുന്നത് സ്പെസിഫിക് ഫങ്ഷൻസ് ആണ്. സ്പെസിഫിക് ഫങ്ഷൻസിനെയാണ് പെർഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ആദ്യത്തെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷന്റെ കുറച്ച് കാര്യങ്ങൾ. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ 4 ലെവൽസിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സെല്ലുലാർ ലെവൽ, ടിഷ്യൂ, ഓർഗൻ സിസ്റ്റം ലെവൽ. ഇതാണ് 4 ലെവൽസ്. ഇനി നോക്കിയേ, സെല്ലുലാർ ലെവലിന് എന്താണ്, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്താണെന്ന് നോക്കാം. സെൽസ് ആർ അറേഞ്ച്ഡ് ലൂസ് അഗ്രിഗേറ്റ്സ്. ലൂസ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ആണ്. അങ്ങനെ വളരെ ലൂസ് ആയിട്ട് കിടക്കുന്നതാണ് നമ്മുടെ ഈ ഒരു സെൽസിന്റെ ഒരു പ്രത്യേകത. സെൽസ് വളരെ ലൂസ് ആയിട്ടായിരിക്കും അറേഞ്ച് ചെയ്ത് കിടക്കുന്നത്. അതിന് എക്സാമ്പിൾ നമ്മുടെ ഫസ്റ്റത്തെ ഫൈലമാണ്, പോറിഫറ എന്ന് പറയുന്ന ഫൈലാണ് എക്സാമ്പിൾ. നമ്മളത് പഠിക്കുമ്പോൾ കുറച്ചും കൂടി പഠിക്കും. അപ്പൊ സെല്ലുലാർ ലെവലിന് എക്സാമ്പിൾ ഇപ്പൊ തന്നെ മനസ്സിലാക്കി വെക്കാം മക്കളെ, പോറിഫറയാണ്. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, സെൽസ് വളരെ ലൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. സെൽസ് ആർ വെരി ലൂസ്ലി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. സെൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ടിഷ്യൂസ്. കുറെ അധികം സെൽസ് ഒക്കെ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്ത് എന്തായിട്ട് മാറ്റി, ടിഷ്യൂസ് ആയിട്ട് മാറ്റി. അതിന് എക്സാമ്പിൾ നമ്മുടെ നിഡേറിയൻസും ടീനോഫോർസ്. നിഡേറിയൻസ് ആൻഡ് ടീനോഫോർസ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇനി അടുത്തത് ക്ലിയർ ആവുന്നുണ്ടോ മക്കളെ? യെസ്,
കൃഷ്ണപ്രിയ, രണ്ടുപേരുണ്ട്. ഒരു കൃഷ്ണപ്രിയ KP ആൻഡ് കൃഷ്ണപ്രിയ. ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. കൃഷ്ണപ്രിയ KP, ക്ലിയർ ആണോ മോളെ? യെസ്, ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. ഓക്കെ. ഇനി ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ടിഷ്യൂസ് ആർ അറേഞ്ച്ഡ് ഇൻ ടു ഓർഗൻസ്. ഓർഗൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് എന്താ. സോ ടിഷ്യൂസ് എല്ലാം ഗ്രൂപ്പ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഓർഗൻസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതിന് എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ഹയർ അനിമൽസ് ആണ്. എവിടെ മുതൽ? പ്ലാറ്റിഹെൽമിന്തസ് മുതൽ കോഡേറ്റ്സ് വരെയുള്ള ആൾക്കാരാണ് നമ്മുടെ ടിഷ്യൂ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ വരുന്നത്. ടിഷ്യൂസ് ആയിട്ട് അറേഞ്ച് ചെയ്ത ഓർഗൻസ് ഫോം ചെയ്തിട്ടുള്ളത് പ്ലാറ്റിഹെൽമിന്തസ് മുതൽ കോഡേറ്റ്സ് വരെയുള്ള ആൾക്കാരാണ്. ഇനി ഓർഗൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്താ? ഓരോ സിസ്റ്റവും ഓരോ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടാകും. അത് മെയിൻലി വരുന്നത് ഹയർ അനിമൽസ് ആണ്. മെയിൻ ആയിട്ട് അതിന് എക്സാമ്പിൾ വരുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഓർഗൻസ് എല്ലാം കൂടി ഓർഗൻ സിസ്റ്റം ആയിട്ടുണ്ടാവും. ഈച്ച് സിസ്റ്റം പെർഫോം ചെയ്യും ഫിസിയോളജിക്കൽ ഫങ്ഷൻ. അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഹയർ അനിമൽസ്. അപ്പോൾ സിസ്റ്റം ഓർഗൻസ് എല്ലാം കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റം ആയിട്ട് മാറി. ദാറ്റ് ഓർഗൻ സിസ്റ്റം ഓരോ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടാവും. അത് ആണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതാണ് ലെവൽസ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അതിന് നമുക്ക് മെയിൻലി നോട്ട് ചെയ്ത് വെക്കേണ്ടത് നമ്മുടെ എക്സാമ്പിൾസ് ആണ്. സെല്ലുലാറിൽ പോറിഫറി ആണ്, ടിഷ്യൂലാണെങ്കിൽ നിഡേറിയൻസും ടീനോഫോസും ആണ്. അതുപോലെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനിലാണെങ്കിൽ പാറ്റിഹെൽമിന്തസ് മുതൽ കോഡേറ്റ്സ് വരെയുള്ള ആൾക്കാരാണ്. ദെൻ ഓർഗൻ സിസ്റ്റം ആണെങ്കിൽ നമ്മുടെ ഹയർ അനിമൽസ് ആണ് വരുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഇതിൽ തന്നെ വീണ്ടും കുറച്ച് കാര്യങ്ങളുണ്ട്. ഓർഗൻ സിസ്റ്റം ഓഫ് ഡിഫറെന്റ് അനിമൽസ് ഷോ ഡിഫറെന്റ് കോംപ്ലക്സിറ്റീസ്. എല്ലാ ഓർഗാനിസത്തിനും ഒരേപോലെയുള്ള കോംപ്ലക്സിറ്റി അല്ല അവരുടെ അറേഞ്ച്മെന്റിൽ ഉണ്ടാവുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇവിടെ ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നിട്ടുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെ രണ്ട് ടൈപ്സ് ആയിട്ടുണ്ട് നമുക്ക്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. രണ്ട് ടൈപ്സ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റംസ് ഇവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇനി നോക്കിയാൽ മക്കളെ, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഹാസ് ഓൺലി എ സിംഗിൾ ഓപ്പണിംഗ്. ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണ് ഉള്ളത്. ആ സിംഗിൾ ഓപ്പണിംഗ് തന്നെയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? മൗത്ത് ആൻഡ് ആനസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓൺലി വൺ സിംഗിൾ ഓപ്പണിംഗ്. അതാണ് നമ്മുടെ ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി വൺ ഓപ്പണിംഗ് മാത്രമേ ആ ഓർഗാനിസത്തിലുള്ളൂ. ദാറ്റ് ഓർഗാനിസത്തിൽ ആ ഓപ്പണിംഗ് തന്നെയാണ് എന്ത് ആയിട്ട് ആക്ട് ചെയ്യുന്നത്? മൗത്തും ആനസുമായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഇൻകംപ്ലീറ്റിന് എക്സാമ്പിൾ ഇപ്പൊ തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോ. നിഡേറിയ ആൻഡ് പ്ലാറ്റിഹെൽമിന്തസ് ആണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓൺലി വൺ ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് രണ്ട് ഓപ്പണിംഗ്സ് ഉണ്ട്. മൗത്ത് ആനസ് രണ്ട് ഓപ്പണിങ്സ് ആണ്. നമുക്ക് സെപ്പറേറ്റ് ഓപ്പണിങ്സ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. സിംഗിൾ ഓപ്പണിംഗ് ഉള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ഹൈഡ്രയ്ക്ക് കണ്ടോ ഓൺലി വൺ ഓപ്പണിംഗേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, ഹൈപ്പോസ്റ്റോം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. സോ ഈ കംപ്ലീറ്റ് ആണെങ്കിൽ രണ്ട് ഓപ്പണിംഗ് ഉണ്ട്, മൗത്തും ആനസും സെപ്പറേറ്റ് ആയിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനും രണ്ട് ടൈപ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓൾ ഓഫ് രണ്ട് ടൈപ്സ് ആണ് ഉള്ളത്. അവിടെയും ഓപ്പൺ ആണ്, ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഉണ്ട്. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം ടു ടൈപ്സ് ഉണ്ട്, ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ആസ് വെൽ ആസ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓഫ് ടു ടൈപ്സ്, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അങ്ങനെ രണ്ട് ടൈപ്സ് ആണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്തത് സിമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മുടെ ബോഡി പാർട്സിന്റെ അറേഞ്ച്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ബോഡി പാർട്സിന്റെ അറേഞ്ച്മെന്റ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പൊ ഹ്യൂമൻസിനെ ഇങ്ങനെ നടുക്ക് കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ഈക്വൽ ഹാഫ്സ് വരുന്നുണ്ട്. അതുപോലെ ഇത് നോക്കിയാൽ അസിമെട്രി എന്ന് പറയുമ്പോൾ 2 ഈക്വൽ ഹാഫ്സ് വരുന്നുണ്ട്, പക്ഷെ അത് ഒരേപോലെ അല്ല അല്ലെ. സിമെട്രി എന്ന് പറയുമ്പോൾ രണ്ട് ഒരേപോലെയാണ്. അതായത് ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്യുമ്പോൾ 2 ഈക്വൽ ഹാഫ്സ് സിമിലർ പാർട്സ് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് എന്തായിരിക്കും? സിമെട്രി ആണ്. 2 ഈക്വൽ പാർട്സ് കിട്ടിയിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് അസിമെട്രിക്കൽ എന്ന് നമുക്ക് പറയാം അല്ലെ. നോക്കിക്കേ, സിമെട്രി എന്താന്ന്? ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ഓഫ് സിമിലർ ബോഡി പാർട്സ് ഓൺ 2 സൈഡ്സ് ഓഫ് മെയിൻ ആക്സിസ് ഓഫ് ദ ബോഡി. രണ്ട് എന്താ പറയാ സൈഡ്സും, അതായത് ഇപ്പൊ നമ്മൾ നമ്മുടെ ബോഡി പാർട്സിനെ
കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെയുള്ള രണ്ട് പാർട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കുന്നു? സിമിലർ. ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു 2 സിമിലർ പാർട്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സിമെട്രിക്കൽ. ഇനി അസിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി കനോട്ട് ബി ഡിവൈഡഡ് ഇൻറ്റു 2 സിമിലർ പാർട്സ് അല്ലെ. ബോഡി 2 സിമിലർ പാർട്സ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് അസിമെട്രി. ജസ്റ്റ് ഡയഗ്രാംസ് ഒക്കെ ഒന്ന് നോക്കിക്കോ. അതിന് മോസ്റ്റ് പോറിഫറൻസും സ്നെയിൽസും ആണ് അസിമെട്രിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഫൈലംസ് പഠിക്കുമ്പോഴും എന്താ അസിമെട്രിക്ക് ഏതാണ്, അതുപോലെ തന്നെ സിമെട്രി ഏതാണെന്നുള്ള എക്സാമ്പിൾസ് നമുക്ക് പറഞ്ഞു പോകാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ അടുത്ത രണ്ട് സിമെട്രി വേറെയും ഉണ്ട്. നമ്മുടെ റേഡിയൽ സിമെട്രി ആൻഡ് ബൈലാറ്ററൽ സിമെട്രി. റേഡിയൽ സിമെട്രി ഉണ്ട്, ബൈലാറ്ററൽ സിമെട്രി ഉണ്ട്. ഓക്കെ, റേഡിയൽ സിമെട്രി ആണെങ്കിൽ ബോഡി ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ് എനി പ്ലെയിൻ അലോങ് സെൻട്രൽ ആക്സിസ്. ഏത് പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈക്വൽ ഹാഫ്സ് കിട്ടുന്നുണ്ടാവും. നമ്മുടെ NCERT-യിലുള്ള ഡയഗ്രാംസ് തന്നെയാണ് ഇത്. എന്തായിരിക്കും? ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ് ബൈ എനി പ്ലെയിൻ അലോങ് സെൻട്രൽ ആക്സിസ്. സെൻട്രൽ ആക്സിസിലൂടെ കടന്നു പോയി കഴിയുമ്പോൾ നമുക്ക് ഏത് പ്ലെയിൻ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടാവും? നമുക്ക് 2 ഈക്വൽ പാർട്സ് കിട്ടുന്നുണ്ടാവും. എക്സാമ്പിൾ നമ്മുടെ പോറിഫറൻസും നിഡേറിയൻസും ടീനോവോസും എക്കിനോഡേംസ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇപ്പൊ റേഡിയൽ സിമെട്രിക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പോറിഫറൻസ്, നിഡേറിയൻസ്, അതുപോലെ തന്നെ ടീനോഫോസ്, എക്കിനോഡേംസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഏതിനാണ്? റേഡിയൽ സിമെട്രിക്ക്. അപ്പൊ ഈ എക്സാമ്പിൾസ് ആണ് മക്കളെ നമുക്ക് മെയിൻലി നോക്കി വെക്കേണ്ടത്. റേഡിയൽ സിമെട്രിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എക്കിനോഡേംസിന്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറാണ്. എക്കിനോഡേം അഡൽറ്റിനാണ് എന്ത് വരുന്നത്? റേഡിയൽ സിമെട്രി വരുന്നത്. ഓക്കെ, എക്കിനോഡേം അഡൽറ്റിനാണ് റേഡിയൽ സിമെട്രി വരുന്നത്. എക്കിനോഡേം ലാർവലിന് ബൈലാറ്ററൽ സിമെട്രി ആണ് വരുന്നത്. ഓക്കെ, ലാർവലിന് ബൈലാറ്ററൽ സിമെട്രി ആണ് വരുന്നത്. ഇനി ബൈലാറ്ററൽ സിമെട്രി നോക്കിയേ. ഹിയർ ബോഡി ക്യാൻ ബി ഡിവൈഡ് ഇൻറ്റു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്സ്. റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫും ഒരു 1 പ്ലെയിനിൽ കട്ട് ചെയ്യുമ്പോൾ നോക്കിയേ, ഇതാണ് 1 പ്ലെയിൻ. ഈ പ്ലെയിനിൽ കട്ട് ചെയ്യുമ്പോൾ റൈറ്റ് ഹാഫ് ഉണ്ട്, അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാഫ് ഉണ്ട്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് 2 ഹാഫാണ് നമുക്ക് കിട്ടുന്നത്. അതിന് എക്സാമ്പിൾ വരുന്നത് പ്ലാറ്റിഹെൽമിന്തസ് കോഡേറ്റ് ആണ് വരുന്നത്. എക്സെപ്ഷൻ നമ്മുടെ എക്കിനോഡേംസിന് മാത്രമാണ് ഒരു എക്സെപ്ഷണൽ കേസ് നമുക്ക് ഇവിടെ കാണുന്നുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? സിമെട്രി ഓക്കെ ആണോ? അനില, ബിജു ഓക്കെ ആണോ? അനില അവിടെ ഉണ്ടോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ. നെക്സ്റ്റ് നോക്കിയാൽ നമ്മളിപ്പോ ഒരു അനിമൽ എടുത്തു കഴിഞ്ഞാല് ചില ജീവികളിൽ കണ്ടോ ഡോർസൽ സൈഡ് എവിടെയാണ്, വെൻട്രൽ സൈഡ് അടിഭാഗത്ത്, ആന്റീരിയർ, പോസ്റ്റീരിയർ എന്ന് നമുക്ക് മനസ്സിലാവും, അറിയാനായിട്ട് പറ്റും അല്ലെ. ഡോർസൽ ഏതാ, വെൻട്രൽ ഏതാ, പോസ്റ്റീരിയർ, ആന്റീരിയർ എന്ന് നമുക്കറിയാം. ഇനി നോക്കിയേ, ദ ബോഡി ഓഫ് ബൈലാറ്ററൽ സിമെട്രിക്കൽ അനിമൽസ്. ഡോർസൽ എന്ന് പറയുമ്പോൾ അപ്പർ സൈഡാണ്, വെൻട്രൽ എന്ന് പറയുന്നത് ലോവർ സൈഡാണ്, അതുപോലെ തന്നെ ആന്റീരിയർ എന്ന് പറയുന്നത് സെഫാലിക് സൈഡ്. മീൻസ് സെഫാലിക് എന്ന് പറയുമ്പോൾ നമ്മുടെ എവിടെയാ? ഹെഡ് റീജിയൻ ആണ്. അതുപോലെ തന്നെ പോസ്റ്റീരിയർ എന്ന് പറയുമ്പോൾ ആനൽ ഓർ ടെയിൽ സൈഡിനെയാണ് നമ്മൾ പോസ്റ്റീരിയർ റീജിയൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജെർമിനൽ സിമെട്രിന്റെ എത്രയേ ഉള്ളൂ. സിമെട്രി ജസ്റ്റ് ഏതൊക്കെ സിമെട്രിയാണ് നമ്മൾ പഠിച്ചത്? ഏതൊക്കെ സിമെട്രി ആയിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഏതൊക്കെയാ പഠിച്ചത്? അസിമെട്രിക് പഠിച്ചു, സിമെട്രി പഠിച്ചു. ആ സിമെട്രിയിൽ തന്നെ റേഡിയൽ സിമെട്രിയും ബൈലാറ്ററൽ സിമെട്രിയും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ എക്സാമ്പിൾസ് ജസ്റ്റ് നോക്കിപ്പോയി. ഇനി അടുത്തത് നമ്മുടെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. അതിൽ മൂന്നാമത്തെ ആളാണ് നമ്മുടെ ജെർമിനൽ ലെയേഴ്സ്. എന്താ മക്കളെ ജെർമിനൽ ലെയേഴ്സ് എന്ന് പറയുമ്പോ? ജെർമിനൽ ലെയേഴ്സ് എന്താ? ഗംഗ എന്താ ജെർമിനൽ ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അനില, എന്താ ജെർമിനൽ ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്?
നോ റെസ്പോൺസ്. അതായത് എംബ്രിയോസിൽ ഉണ്ടാവുന്ന ലെയേഴ്സിനെയാണ് നമ്മൾ ജെർമിനൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ബോഡി ഓർഗൻസ് ഉണ്ടാവുന്നതിന്റെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ഒരു ലെയേഴ്സ് ആണ് നമ്മുടെ ജെർമിനൽ ലെയേഴ്സ് എന്ന് പറയുന്നത്. ഈ ജെർമിനൽ ലെയേഴ്സ് 2 ടൈപ്സ് ഉണ്ട്. ഡിപ്പെൻസ് അപ്പോൺ ദ ജേം ലെയേഴ്സ്. ജേം ലെയേഴ്സിന്റെ ബേസിസിൽ നമ്മുടെ ജെർമിനൽ ലെയേഴ്സ് 2 ടൈപ്സ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഡിപ്ലോബ്ലാസ്റ്റിക്കും പിന്നെ ഒരെണ്ണം ട്രിപ്ലോബ്ലാസ്റ്റിക്. ഡിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് ട്രിപ്ലോബ്ലാസ്റ്റിക്, അങ്ങനെ 2 ടൈപ്സിലാണ് നമ്മുടെ ജെർമിനൽ ലെയേഴ്സ് കാണാൻ പറ്റുന്നത്. ഇനി നോക്കിയേ ഡിപ്ലോബ്ലാസ്റ്റിക്. ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയർ ദാറ്റ് ഈസ് കോൾഡ് ആസ് എക്ടോഡേം. outer layer, this is the outer layer that is called as ectoderm, and inner layer ഇതാ ഉള്ളിലുള്ള ഈ ഒരു ലെയർ എൻഡോഡേം. ഇനി ഈ 2 ലെയേഴ്സിന്റെയും ഇടയിലായിട്ട് അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് നോൺ ലിവിംഗ് ലെയർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? അൺഡിഫറൻഷിയേറ്റഡ് ലെയർ ദാറ്റ് ഈസ് കോൾഡ് ആസ് മീസോഗ്ലിയ. മീസോഗ്ലിയ പ്രസന്റ് ആണ്. അപ്പോൾ 2 ജേം ലെയേഴ്സ് ഉണ്ട്. ഔട്ടർ ലെയർ ഈസ് എക്ടോഡേം and inner layer is endoderm. In between these 2 layers ഒരു undifferentiated jelly like layer called മീസോഗ്ലിയ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ മീസോഗ്ലിയ എന്തായിരുന്നു? ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് ആണ്, അൺഡിഫറൻഷിയേറ്റഡും കൂടിയാണ്. സോ ഇതിന് നമുക്ക് എന്താ എക്സാമ്പിൾസ് പറയാമെന്നുണ്ടെങ്കിൽ നിഡേരിയ ആൻഡ് ടീനോഫോറ. അതിന് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞുതരാം. നമുക്കിപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ നമുക്ക് ഓർത്ത് വെക്കാനായിട്ട് സി ആണ് അല്ലെ. 2 ഇപ്പൊ നിഡേരിയ ആണെങ്കിലും ടീനോഫോറ ആണെങ്കിലും സി എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. സോ സി ഡി എന്ന് ഓർത്ത് വെക്കാം. ഡി ഫോർ ഡിപ്ലോബ്ലാസ്റ്റിക്, സി 2 സി ആണ്, നിഡേരിയ ആൻഡ് ടീനോഫോറ. ഈ 2 ആൾക്കാർ മാത്രമാണ് നമ്മുടെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുള്ളൂ? ഡിപ്ലോബ്ലാസ്റ്റിക്കിന് എക്സാമ്പിൾ ആയിട്ട് വരുള്ളൂ. അപ്പൊ ഡിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ സി ഡി ഓർത്ത് വെക്കുക. അപ്പോൾ ഡി ഫോർ ഡിപ്ലോബ്ലാസ്റ്റിക്, സി ഫോർ നിഡേരിയ ആൻഡ് ടീനോഫോറ. ഓക്കെ, ക്ലിയർ ആണോ? മക്കളെ? Yes, ma'am. Yes, okay. Then next one, ട്രിപ്ലോബ്ലാസ്റ്റിക്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് 3 ജേം, ട്രിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ 3 എന്നുള്ള മീനിങ് ആണ്. 3 ജേം ലെയേഴ്സ് ആണ്. ഔട്ടർ എക്ടോഡേം, മിഡിൽ മീസോഡേം ആൻഡ് ഇന്നർ എൻഡോഡേം. ഈ 3 ലെയേഴ്സും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നോക്കിയാൽ മീസോഡേം ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ എക്ടോഡേം കാണാൻ പറ്റുന്നുണ്ട്, ദെൻ എൻഡോഡേം കാണാൻ പറ്റുന്നുണ്ട്. 3 ലെയേഴ്സ് വെള്ളായിട്ട് നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് എക്സാമ്പിൾ ഇനി നമുക്കറിയാലോ, പ്ലാറ്റിഹെൽമിൻതസ് തൊട്ട് അങ്ങോട്ടുള്ള ആൾക്കാരെല്ലാവരും ട്രിപ്ലോബ്ലാസ്റ്റിക്കിലാണ് വരുന്നത്. അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് ഇനി മറക്കല്ലേ, ഇത് കഴിഞ്ഞ ഒരു പ്രാവശ്യം നമുക്ക് നീറ്റിന് ചോദിച്ചിട്ടുണ്ട്. ഡിപ്ലോബ്ലാസ്റ്റിക്കിന്റെ എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സി ഡി ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ട്രിപ്ലോബ്ലാസ്റ്റിക്കും കഴിഞ്ഞു. 3 ജേം ലെയേഴ്സ് ഉണ്ട്, എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. ഇവിടെയാണെങ്കിൽ മിഡിൽ ലെയർ അൺഡിഫറൻഷിയേറ്റഡ് ആണ്, ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസസ് പ്രസന്റ് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് സീലോം നമ്മുടെ ഗട്ട് വാളും ബോഡി വാളും അതിന്റെ ഇടയിലുള്ള ഒരു റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സീലോം എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് എ ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡോം. മീസോഡോമിന്റെ ഒരു ക്യാവിറ്റിയും കൂടിയാണ്. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാളിലാണ് ഇത് കാണാൻ പറ്റുന്നത്. സീലോം സെപ്പറേറ്റ്സ് ദ മസിൽസ് ഓഫ് ഗട്ട് ആൻഡ് ബോഡി വാൾ. സീലോം ആണ് നമ്മുടെ ഗട്ടിന്റെയും ബോഡി വാളിന്റെയും മസിൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി ഈ സീലോമിന്റെ നേച്ചർ അനുസരിച്ച് അനിമൽസില് 3 തരത്തിലുള്ള സീലോമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, സീലോമിന്റെ നേച്ചർ അനുസരിച്ച് 3 ടൈപ്സ് ഓഫ് സീലോമാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് ആൻഡ് സീലോമേറ്റ്സ്. അങ്ങനെ 3 തരത്തിലാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ സീലോം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ദ ഗട്ട് വാൾ ആൻഡ് ആൾസോ ഡിപ്പെൻഡ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദി സീലോം. The coelom is divided into 3 types. ഏതൊക്കെയാ? എസീലോമേറ്റ്, സ്യൂഡോസീലോമേറ്റ് ആൻഡ് ആൾസോ സീലോമേറ്റ്. അങ്ങനെ 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിന് നോക്കിയേ, എസീലോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിമൽസ് ഇൻ വിച്ച് ബോഡി കാവിറ്റി ഈസ് ആബ്സെന്റ്. ഇവിടെ കംപ്ലീറ്റ്ലി ബോഡി കാവിറ്റി ആബ്സെന്റ് ആണ്. അപ്പൊ സീലോം ഈസ് ആബ്സെന്റ് ആരിലൊക്കെ? പോറിഫറ, സിലിൻഡ്രേറ്റ, ടീനോഫോറ ടു പ്ലാറ്റിഹെൽമിൻതസ് വരെയുള്ള ആൾക്കാരിലും എസീലോമേറ്റ്, നോ സീലോം ആണ് ഉള്ളത്. ഇനി സ്യൂഡോസീലോം. സ്യൂഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ മക്കളെ? ഫോൾസ് എന്നുള്ള മീനിങ് അല്ലെ. സ്യൂഡോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾസ് ആണ്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഫോൾസ് സീലോം ആണ് കാണാൻ പറ്റുന്നത്. ദ ബോഡി cavity is not lined by mesoderm. അപ്പൊ ഇവിടെ എന്തില്ല? മീസോഡോം, ഈ മിഡിൽ ലെയർ ആയിട്ടുള്ള മീസോഡോം ഇല്ല. മീസോഡോം എന്തായിട്ടാണ് കാണുന്നത്? നോക്കിയേ, ഒരു സ്കാറ്റർഡ് പൗച്ചസ് കണ്ടോ? ഇവിടെ ഇങ്ങനെ കുറെ അധികം പൗച്ചസ് ആയിട്ടാണ് നമുക്ക്
മീസോഡോം കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഹിയർ ദ ബോഡി ക്യാവിറ്റി എന്താ ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡോം. മീസോഡോം ഇല്ല. മീസോഡോം എന്തായിട്ടാണ് കാണുന്നത്? ഒരു സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് കാണുന്നത്. സോ സ്യൂഡോസീലോമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൾസ് സീലോമാണ്. ബോഡി ക്യാവിറ്റി ഈസ് നോട്ട് ലൈൻഡ് ബൈ മീസോഡോം. മീസോഡോം ഇല്ല. പക്ഷെ മീസോഡോം എന്തായിട്ടാണ് കാണുന്നത്? ഒരു സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ മീസോഡോമിന്റെ ആബ്സെൻസ് ആണ്. മീസോഡോം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇല്ല. പക്ഷെ മീസോഡോമിന്റെ സ്ഥലത്ത് എന്തുണ്ട്? കുറേയധികം പൗച്ചസ് കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്യൂഡോസീലോമേറ്റ്സ്. അതിന് മക്കളെ ഇത് മെയിൻലി നിങ്ങൾ പഠിക്കേണ്ടത് എക്സാമ്പിൾ ആണ്. ആസ് ഹെൽമിന്തസ് ആണ് നമ്മുടെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്? സ്യൂഡോസീലോമേറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ആസ് ഹെൽമിന്തസ് ആണ് സ്യൂഡോസീലോമേറ്റിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് സീലോമേറ്റ്സ്. സീലോമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീലോം അറൈസ് ഫ്രം മീസോഡോം. കണ്ടോ, ട്രൂ സീലോം ആണ്. കറക്റ്റ് ആയിട്ട് ട്രൂ സീലോം ഉണ്ട്. അറൈസ് ഫ്രം ദ മീസോഡോം ആണ്. മീസോഡോർമിലി ഡിറൈവ്ഡ് ഓർഗൻ എന്നൊക്കെ ഇതിനെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്, സീലോമേറ്റിനെ. ഇതിന് എക്സാമ്പിൾ നമ്മുടെ അനലിഡ മുതൽ കോഡേറ്റ വരെയുള്ള ആൾക്കാരാണ് മെയിൻലി എക്സാമ്പിൾ. അപ്പൊ ഈ എക്സാമ്പിളും കൂടി നോക്കുക. സീലോമേറ്റ് എന്ന് പറയുമ്പോൾ അനലിഡ ടു കോഡേറ്റ വരെയുള്ളതുണ്ട്. അതിൽ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നത് എപ്പോഴും സ്യൂഡോസീലോമേറ്റ്സിന്റെ കാര്യമാണ്. സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറയുന്നത് ഫോൾസ് സീലോമാണ്. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ആസ് ഹെൽമിന്തസ് ആണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? സീലോം ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. അടുത്തത് മെറ്റാമറിസം, മെറ്റാമിയോസ്. ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ബോഡിയിൽ ഇപ്പൊ ഇതൊരു ജീവിയാണെന്ന് വിചാരിച്ചോ. ഈ ജീവിയുടെ ബോഡിയിൽ ഇങ്ങനെ എക്സ്റ്റേണലി ആൻഡ് ഇന്റേണലി ഇങ്ങനെ കുറേ അധികം എന്തുണ്ടാവും? ഈ ലൈൻസ് ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സെഗ്മെന്റ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇത് ഇന്റേണലി ഉണ്ടാവും, അതുപോലെ തന്നെ എക്സ്റ്റേണലി ഉണ്ടാവും. റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് മെറ്റാമിയേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കണ്ടോ, ഇതിലൊക്കെ കണ്ടോ, ഈ ബോഡിയിൽ കണ്ടോ, ഔട്ടർ ഉണ്ട്, അതുപോലെ ഇന്നറിലും നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ മെറ്റാമറിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിനോമിന ഇൻ വിച്ച് ദ ബോഡി or organ is externally and internally divided into repeated segments. കണ്ടോ, repeated segments ആണ്. That is called as metameres. ഇനി ഇത് ആരിലാ കാണുന്നത്? അനലിഡ്സ് അല്ലെ. നമ്മുടെ എർത്ത് വേം വരുന്ന ഒരു എർത്ത് വേമിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ മെറ്റാമിയേഴ്സ് കണ്ടുവരുന്നത്. അപ്പൊ മെറ്റാമിയേഴ്സ് അനലിഡ്സ് ഫൈലം അനലിഡയിലാണ് നമ്മുടെ എർത്ത് വേമാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അതുപോലെ ആർത്രോപോഡ്സിലും നമുക്ക് കാണാൻ പറ്റും മെറ്റാമിയേഴ്സ്. അപ്പൊ അനലിഡ ആൻഡ് ആർത്രോപോഡ പഠിച്ചു വെക്കാം. മെറ്റാമറിസം പിന്നെ എക്സാമ്പിൾ. ഇനി അടുത്തത് നോട്ടോകോഡ് നോക്കിയാൽ മക്കളെ. നോട്ടോകോഡ് മീസോഡെർമലി ഡിറൈവ്ഡ് ആൻഡ് സപ്പോർട്ടിംഗ് റോഡാണ് നോട്ടോകോഡ്. കണ്ടോ, ഇവിടെ നോക്കിയ ഹോളോ ഡോർസൽ നെർവ് കോഡാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി ചില ജീവികളിൽ നോക്കിയേ, കണ്ടോ, ഈ ഒരു ഫിഷിന്റെ നോട്ടോകോഡ് എവിടെയാ കാണുന്നത് നോക്കിയേ. നമ്മളിത് കണ്ടിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ ഈ നോട്ടോകോഡ് എവിടെയാ കാണുന്നത് എന്നുള്ളത്? കണ്ടോ, ദിസ് വൺ കാണാൻ പറ്റുന്നുണ്ടോ നോട്ടോകോഡ്? നമ്മുടെ NCERT-യിലുള്ളൊരു ഡയഗ്രാമാണ് നോട്ടോകോഡ് എവിടെയാ കാണുന്നുള്ളത്. അപ്പൊ നോട്ടോകോഡ് എങ്ങനെയായിരിക്കും? മീസോഡെർമലി ഡിറൈവ്ഡ് ആണ്, സപ്പോർട്ടിംഗ് ആണ്, ഫോംഡ് ഓൺ ഡോർസൽ സൈഡിലാണ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ ഉണ്ടാവുന്നത്. ചില ജീവികളിൽ എംബ്രിയോണിക് സ്റ്റേജിൽ ഡോർസൽ സൈഡിലായിട്ടാണ് കാണാൻ പറ്റുന്നത്. അനിമൽസ് വിത്ത് നോട്ടോകോഡിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോഡേറ്റ്സ് എന്ന് വിളിക്കുന്നു. ആൻഡ് വിത്തൗട്ട് നോട്ടോകോഡ്സിന് നമ്മൾ എന്ത് വിളിക്കുന്നു? നോൺ കോഡേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നോട്ടോകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ ആണ്. ദാറ്റ് ഈസ് ഫോംഡ് ഓൺ ദ ഡോർസൽ സൈഡ് ഡ്യൂറിങ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. നമ്മുടെ എംബ്രിയോണിക് ഡെവലപ്മെന്റിൽ തന്നെ ഇത് ഉണ്ടായി വരുന്നതാണ്. ദെൻ അനിമൽസ് വിത്ത് നോട്ടോകോഡ് ഉള്ള അനിമൽസിന് നമ്മൾ കോഡേറ്റ്സ് എന്ന് വിളിക്കുന്നു. ആൻഡ് ദോസ് വിത്തൗട്ട് നോട്ടോകോഡ്സ് ആർ കോൾഡ് നോൺ കോഡേറ്റ്സ്. അത് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മുടെ ഇപ്പൊ നമ്മൾ കുറച്ച് ഫൈലത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞില്ല, ജസ്റ്റ് ഇതൊന്ന് നോക്കിയെങ്കിലും. പോളിഫറ ലെവൽസ് ഓഫ് ഓർഗനൈസേഷനിൽ എന്താണ്? സെല്ലുലാർ ലെവലാണ്. ജേം ലെയേഴ്സിന്റെ കാര്യം ഇല്ല. സിമെട്രി ആണെങ്കിൽ അസിമെട്രിക്കൽ ഓർ റേഡിയൽ സിമെട്രി ഉണ്ടാവാം. ദെൻ എസിലോമേറ്റ്. ദെൻ നിഡേറിയ ആൻഡ് ടീനോഫോറ ദാറ്റ് ഈസ് കോൾഡ് ആസ് ടിഷ്യൂ. ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ദെൻ റേഡിയൽ സിമെട്രി എസിലോമേറ്റ് ആണ്. പ്ലാറ്റിഹെൽമിന്തസ് ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്. ബാക്കിയുള്ള ആൾക്കാർക്കൊക്കെ നോക്കിയാൽ മക്കളെ ട്രിപ്ലോപ്ലാസ്റ്റിക് ആണ്. ഈ രണ്ടാൾക്കാരിൽ മാത്രമാണ് എന്താ ഡിപ്ലോപ്ലാസ്റ്റിക് വരുന്നത്. ഇനി ബാക്കിയുള്ളവരിലൊക്കെ ബൈലാറ്ററൽ സിമെട്രി ആണ് വരുന്നത്. ആരിൽ മാത്രമേ നമ്മുടെ നിഡേറിയ ആൻഡ് ടീനോഫോറയിലാണ് റേഡിയൽ സിമെട്രി വരുന്നത്.
ഓക്കെ. അതേപോലെ ബാക്കി സ്യൂഡോസിലോമേറ്റ് വരുന്ന ഒരേ ഒരാളേ ഉള്ളൂ, ആസ് ഹെൽമിന്തസ് മാത്രമാണ് സ്യൂഡോസിലോമേറ്റ്സ് വരുന്നത്. ബാക്കി ആദ്യത്തെ 3 ആൾക്കാർ, 3 സെക്ഷൻ നോക്കി, പോറിഫറ, നിഡേരിയ, പ്ലാറ്റി ഹെൽമിന്തസ്, ഇവരിലൊക്കെ എസീലോമേറ്റ്. ആദ്യത്തെ 3 സെക്ഷൻ എസീലോമേറ്റും ആസ് ഹെൽമിന്തസ് സ്യൂഡോസിലോമേറ്റ്സും, ബാക്കിയുള്ളവരെല്ലാം സീലോമേറ്റ്സ് ആണ്. അപ്പോൾ ആസ് ഹെൽമിന്തസ് ആണ് സ്യൂഡോ. ബാക്കി അതിന് മുകളിലുള്ള ആൾക്കാർ എന്താണ്, എസീലോമേറ്റും, താഴെയുള്ള ആൾക്കാർ മൊത്തം എന്തായിരിക്കും, സീലോമേറ്റുമാണ്. നമ്മുടെ NCERT ലാസ്റ്റ് ഒരു ഡയഗ്രാം ഉണ്ട്, ഒരു ടേബിൾ കോളം ഉണ്ട്, അത് നന്നായിട്ട് നോക്കി വെക്കണേ. അതിനൊക്കെ എക്സാമ്പിൾസ് ചോദിക്കും നിങ്ങൾക്ക്, അതിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇനി ഇത്രയും നമ്മൾ പഠിച്ചതിന്റെ ബേസിസിൽ നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസും കൂടി വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം എന്താണെന്നുള്ളത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, ഏത് ആൻസർ വരിക നോക്കിയേ. In cellular level of organization is seen in sponges, cells show division of labor, cells are arranged as loose cell aggregates. Cellular level of organization ന്റെ കേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഏതാ മക്കളെ ആൻസർ വരിക, ഒന്ന് പറഞ്ഞു നോക്കിയിട്ട്. ഓപ്ഷൻ 3 ആണോ? Any other options? നേരെ വായിച്ചു നോക്കിയേ. ഇനി ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, ആർക്കെങ്കിലും വേറെ ഓപ്ഷൻസ് ഉണ്ടോ? സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഓപ്ഷൻസ് വായിക്കുക. എന്നിട്ട് സീൻ ഇൻ സ്പോഞ്ചസ് അല്ലേ? യെസ്. സെൽസ് ഷോ ഡിവിഷൻ ഓഫ് ലേബർ അല്ലേ? യെസ്. സെൽസ് ആർ അറേഞ്ച്ഡ് ആസ് ലൂസ് സെൽ അഗ്രിഗേറ്റ്സ് അല്ലേ? യെസ്. അപ്പോൾ ആൻസർ എയും ബിയും സിയും ഈ 3 വരും. ഓക്കെ, ഓപ്ഷൻ 4 ആണ് ആൻസർ വരിക. മനസ്സിലായോ? യെസ് മാം. ഓക്കെ. Then next question, okay. In tissue level of organization എന്താ വരിക? Cells are arranged as loose aggregates ആണോ നോക്കുക. Exhibit by coelentrates and ctenophores. Cells performing the same function are organized as tissue. Both 2 and 3. ഏതാണ് ആൻസർ വരിക നോക്കിയേ. 4. Option 4. Okay, very good. Then next. Organ system level of organization is observed in organ system level of organization. Organ system നമ്മൾ പഠിച്ചതാ. All of these is very good. Next, diploblastic. ഇത് പറയാൻ എളുപ്പമായിരിക്കും. Animals belong to the phylum. ഏതാ വരിക? അനില ഒന്ന് ആൻസർ പറഞ്ഞേ. Nidaria and Ctenophora. Yes, very good. Nidaria and Ctenophora. Yes. അപ്പൊ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്തിലേക്ക് പോവാം? ഓരോരോ ഫൈലാസിലേക്ക് പോവാം. ഓരോ ഫൈലം ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. അതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് വർക്ക്ഔട്ട് ചെയ്ത് പോവാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആളാണ് നമ്മുടെ ഫൈലം പോറിഫറ. ഓക്കെ, അതിൽ ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചതാണ്. ജസ്റ്റ് എന്നാലും ഓർമ്മിപ്പിക്കാൻ, സെല്ലുലാർ ആണ്, സിമെട്രി അസിമെട്രിക്കൽ, സം ആർ റേഡിയൽ ആണ്, ജെംലേസില എസീലോമേറ്റും കൂടിയാണ്. ഇനി നോക്കിയേ, ഈ പോറിഫറയിൽ കുറെ ആൾക്കാരിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഗ്ലാസ് ലൈക്ക് സ്പിക്യൂൾസ് ഉണ്ട്, അമീബോയ്ഡ് സെല്ല് ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. NCERT ഇല്ലാത്തതാണ്. ആ ഡയഗ്രാംസ് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിന്റെ ഹാബിറ്റാറ്റ് നോക്കിയാൽ മക്കളെ, ഹാബിറ്റാറ്റ് അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ ആണ്. അക്വാട്ടിക് ആൻഡ് മോസ്റ്റ്ലി മറൈൻ. സെഡൻറ്ററി അറ്റാച്ച്ഡ് ആണ്. അതുപോലെ തന്നെ സോളിറ്ററി ഓർ കൊളോണിയൽ, ഒറ്റയ്ക്കും കോളനീസ് ആയിട്ടും അവർ ജീവിക്കും. അപ്പോൾ ഹാബിറ്റ് ആൻഡ് ഹാബിറ്റാറ്റ് നോക്കിക്കോ. അക്വാട്ടിക്, സെഡൻറ്ററി, സോളിറ്ററി ഓർ കൊളോണിയൽ ആണ്. ഇനി ഡൈജസ്റ്റീവ് സിസ്റ്റം ഇവരിൽ എന്താണ്? ആബ്സെന്റ് ആണ്. ഇനി ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ഇൻസൈഡ് ദ സെൽ, സെല്ലിനകത്ത് തന്നെയാണ് അവരുടെ ഡൈജഷൻ നടക്കുന്നത്. ഇൻട്രാ സെല്ലുലാർ മീൻസ് ഡൈജഷൻ ഇൻസൈഡ് ദ സെൽസ്. ഇനി റെസ്പിറേറ്ററി സിസ്റ്റം ഇല്ല, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല, ഇതൊന്നും ഇല്ല. ഡൈജസ്റ്റീവ് സിസ്റ്റം ആബ്സെന്റ് ആണ്, പക്ഷേ അവരുടെ പ്രത്യേകിച്ചുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. അവരുടെ ഡൈജഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ സെൽ, സെല്ലിനകത്താണ് അവരുടെ ഡൈജഷൻ നടക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഡൈജഷൻ വിച്ച് ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ സെൽ. റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ, അത് പഠിച്ചു വെക്കണം. സെഡൻറ്ററി ആണ്, ഏതിലെങ്കിലും അവരെന്ത് ചെയ്യുള്ളൂ, പറ്റി പിടിച്ച് നിൽക്കുള്ളൂ. അതാണ് അവരുടെ ജനറൽ ക്യാരക്ടേഴ്സ്. ഇനി അടുത്തത്, ഇനി ഇവരുടെ റീപ്രൊഡക്ഷന്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ, ഫൈലം പോറിഫറ, ദാറ്റ് ഈസ് എ സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ.
ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അവരിൽ കണ്ടുവരുന്നത്. ഇനി ഹെർമോഫ്രോഡൈറ്റ് നമുക്കറിയാം എന്താ ഹെർമോഫ്രോഡൈറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസന്റ്. ഇനി സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെ, സിംഗിൾ ഇൻഡിവിജ്വലിൽ തന്നെ 2 സെക്സ് ഓർഗൻസും പ്രസന്റ് ആയിട്ടുണ്ടാവും. സോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്തിലൂടെയാണ്, ഫ്രാഗ്മെന്റേഷനിലൂടെ. ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൾസോ ടേക്സ് പ്ലേസ്. ദെൻ ഹെർമോഫ്രോഡൈറ്റ് ആണ് ഈ ഓർഗാനിസംസ് എന്ന് പറയുന്നത്, പോറിഫറ സ്പോഞ്ചസ് ആണ്. ഇനി ഫെർട്ടിലൈസേഷൻ ഈസ് ടേക്കൺ പ്ലേസ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യുന്നത് പല ലാർവൽ സ്റ്റേജസ് കടന്നു പോയിട്ടാണ് ഒരു കംപ്ലീറ്റ് ഓർഗാനിസം ഉണ്ടാവുന്നത്. അതാണ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത്. പല തരത്തിലുള്ള ലാർവൽ സ്റ്റേജസ് അതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കി, അഡൽട്ട് സ്പോഞ്ച് സ്പേം സെൽസിന് റിലീസ് ചെയ്യുന്നു. ഈ സ്പേം എൻഡർ അനദർ സ്പോഞ്ച്, മറ്റ് സ്പോഞ്ചിലേക്ക് പോകുന്നു. സ്പേം സെൽ ഫെർട്ടിലൈസ് ആൻ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ദെൻ ഒരു ലാർവ ഡെവലപ്പ് ചെയ്യുന്നു. ദെൻ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ കറൻസ് എന്ത് ചെയ്യുന്നു, ആ ലാർവനെ മറ്റു ഭാഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഈ ലാർവ എന്ത് ചെയ്യുന്നു, ഏതെങ്കിലും ഒരു ഹാർഡ് സബ്സ്റ്റൻസസിൽ പറ്റി പിടിച്ച് നിൽക്കുന്നു. ദെൻ ഡെവലപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കംപ്ലീറ്റ് ലൈഫ് സൈക്കിൾ പോകുന്നത്. സോ ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഓർഗാനിസത്തിൽ ലാർവൽ സ്റ്റേജസ് പ്രസന്റ് ആയിരിക്കും. യെസ്, ക്ലിയർ ആണോ മക്കളെ? അത് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? യെസ് മാം. യെസ്, ഓക്കെ. ഇനി അടുത്ത് നോക്കിയേ, ഇവരുടെ യുണീക് ഫീച്ചർ ആണ്. ഈ യുണീക് ഫീച്ചർ ഓരോ ഫൈലത്തിനും ഉണ്ടാവും മക്കളെ. ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ യുണീക് ഫീച്ചർ നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. ഇവിടെ പോറിഫറയുടെ യുണീക് ഫീച്ചർ എന്ന് പറയുന്നത് വാട്ടർ കനാൽ സിസ്റ്റം ആണ്. വാട്ടർ കനാൽ സിസ്റ്റം ആണ് ഇവിടുത്തെ പോറിഫറിന്റെ യുണീക് ഫീച്ചർ എന്ന് പറയുന്നത്, വാട്ടർ കനാൽ സിസ്റ്റം. ഇവിടെ എന്താ ചെയ്യുന്നത് നോക്കിയേ, ഹിയർ വാട്ടർ എൻറ്റേഴ്സ് ത്രൂ മില്യൺസ് ഓഫ് മൈന്യൂട്ട് പോർസ്. കണ്ടോ, ഇതാണ് ആ സ്പോഞ്ചസിന്റെ ബോഡി എങ്കിൽ ഈ സ്പോഞ്ചസിൽ കണ്ടോ കുറേ അധികം പോറുകൾ ഉണ്ട്, കുഞ്ഞു 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 ഹോൾസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ആസ് പോസ് എന്ന് പറയുന്നത്. ആ പോസിന് വിളിക്കുന്ന പേരാണ് എന്താ, ഓസ്റ്റിയ എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ എന്ത് ചെയ്യുന്നു, ഓസ്റ്റിയിലൂടെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. വാട്ടർ ഓസ്റ്റിയിലൂടെ എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു. അപ്പൊ ചെറിയ 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 മൈന്യൂട്ട് പോർസിലൂടെ വെള്ളം ഉള്ളിലേക്ക് കടക്കുന്നു. ദെൻ ഇനി സെൻട്രൽ ക്യാവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചോസീൽ. വെള്ളം ത്രൂ ഓസ്റ്റിയ വഴി ഉള്ളിലേക്ക് കടന്നു, എന്നിട്ട് സെൻട്രൽ ക്യാവിറ്റിയിൽ എത്തി. ദാറ്റ് സെൻട്രൽ ക്യാവിറ്റി ഈസ് കോൾഡ് ആസ് സ്പോഞ്ചോസീൽ ആണ്. ആ സ്പോഞ്ചോസീലിലെത്തി. സ്പോഞ്ചോസീലിലൂടെ പിന്നെ എന്ത് ചെയ്യുന്നു, ഓസ്കുലം വഴി എന്ത് ചെയ്യുന്നത്, വാട്ടർ എൻഡേഴ്സ് പുറത്തേക്ക് പോകുന്നു. അപ്പൊ കനാൽ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ, എന്തിനൊക്കെയാണ് ഈ വാട്ടർ കനാൽ സിസ്റ്റം മെയിൻലി യൂസ് ചെയ്യുന്നത്? ഫുഡ് ഗേദറിങ്, ഗ്യാസ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ റിമൂവൽ ഓഫ് വേസ്റ്റ് അല്ലെ. അപ്പോൾ ഫുഡ് ഗാദറിങ്, ഗ്യാസ് എക്സ്ചേഞ്ച് നമ്മൾ വേറൊരു പേര് പറയാം, റെസ്പിറേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ എക്സ്ക്രീഷൻ എന്നും കൂടി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. സോ റെസ്പിറേഷൻ, അതുപോലെ തന്നെ എക്സ്ക്രീഷൻ. അപ്പോൾ വാട്ടർ കനാൽ സിസ്റ്റം ഈ ഒരു പോറിഫറിന്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. വാട്ടർ എന്ത് ചെയ്യുന്നു, ഓസ്റ്റിയ വഴി ഉള്ളിലേക്ക് കയറുന്നു. ദെൻ സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ക്യാവിറ്റിയിൽ എത്തുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് സ്പോഞ്ചോസീലിൽ നിന്ന് വെള്ളം എന്താണ്, ഓസ്കുലം വഴി പുറത്തേക്ക് റിലീസ് ഔട്ട് ചെയ്യുന്നു. ഓക്കെ, പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. ഇനി സെൻട്രൽ സിസ്റ്റം എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ സെൻട്രൽ സിസ്റ്റം പെർഫോം ചെയ്യുക, അല്ലെങ്കിൽ സെൻട്രൽ സിസ്റ്റത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോർ ഫുഡ് ഗേദറിങ്, ഗ്യാസ് എക്സ്ചേഞ്ച് ആൻഡ് റിമൂവൽ ഓഫ് വേസ്റ്റ് ആണ് മെയിൻ ആയിട്ടുള്ള സിസ്റ്റം ആയിട്ട് ഇതിൽ കാണുന്നത്. അപ്പൊ പോറിഫറിന്റെ യുണീക് ഫീച്ചർ നന്നായിട്ട് പഠിച്ചു വെക്കുക, വാട്ടർ കനാൽ സിസ്റ്റം ആണ്. അതുപോലെ തന്നെ പിന്നെ പഠിക്കാനുള്ളത് ഈ ഒരു സംഭവം, ഈ ഒരു ഫ്ലോ ചാർട്ടാണ് നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ആദ്യം വാട്ടർ ഇവിടെയുണ്ട്. ദെൻ വാട്ടർ ഏതിലൂടെ, ഓസ്റ്റിയ വഴി ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്നു, സ്പോഞ്ചോസിൽ എത്തുന്നു, പിന്നെ ഓസ്കുലം, ദെൻ വാട്ടർ ഔട്ട്സൈഡിലേക്ക് എത്തുന്നു. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ ഓസ്റ്റിയ, ഈ ഒരു ഫ്ലോ ചാർട്ട് എപ്പോഴെപ്പോഴും നമുക്ക് ചോദിക്കാറുണ്ട്, ബോർഡ് എക്സാമിനും ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് വരും. ഇത് 4 ഓപ്ഷനും തരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക. വാട്ടർ ആണ് ആദ്യം, നമുക്കറിയാം പുറത്ത് വാട്ടർ ഉണ്ട്, ഓസ്റ്റിയ, സ്പോഞ്ചോസിൽ, ഓസ്കുലം, വാട്ടർ ഔട്ട്സൈഡ്. അങ്ങനെ ഈ ഒരു ഫ്ലോ ചാർട്ട് നന്നായിട്ട് നോക്കി വെക്കണം. കുറെ കാണുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. സോ അത് നോട്ട് ചെയ്ത് വെക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത്
സ്പോഞ്ചോസീൽ നമ്മൾ പറഞ്ഞു അല്ലെ, സ്പോഞ്ചോസീൽ എന്ന് പറയുന്ന ഈ ഒരു ക്യാവിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് കനാൽസ് ആർ ലൈൻഡ് വിത്ത് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ്. ഒരു ലൈനിങ്, ഒരു സ്പെഷ്യൽ ലൈനിങ് കൊണ്ടാണ് അത് എന്ത് ചെയ്തിട്ടുള്ളത്, പെർഫോം ചെയ്തത്. ഈ സ്പോഞ്ചോസീലിന്റെ ഈ ഒരു ഭാഗങ്ങളിലായിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് കൊണ്ടാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. ആ സെൽസിന്റെ പേരാണ് ക്വയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പോഞ്ചോസീൽസിന്റെ അല്ലെങ്കിൽ സ്പോഞ്ചോസീൽ അല്ലെങ്കിൽ കനാൽസ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ആർ ലൈൻഡ് വിത്ത് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് ദാറ്റ് ഈസ് കോൾഡ് ആസ് ക്വയാനോസൈറ്റ്സ് അല്ലെങ്കിൽ കോളർ സെൽസ് ആണെന്ന് അത് അറിയപ്പെടുന്നത്. അപ്പോൾ ജനറൽ ക്യാരക്ടർ അത് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ പോറിഫറയില് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് വിച്ച് ഈസ് പ്രസന്റ് ഇൻ ദ സ്പോഞ്ചോസീൽ, ആ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിന്റെ പേരെന്താണെന്ന് ചോദിക്കും. രണ്ട് പേരും നമ്മൾ പഠിച്ചു വെക്കണം. ക്വയാനോസൈറ്റ്സും പഠിച്ചു വെക്കണം, കോളർ സെൽസും പഠിച്ചു വെക്കണം. ഇത് ഒരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഉള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു സെന്റൻസ് നന്നായിട്ട് നോക്കി വെക്കാം. ഇനി അടുത്തത് ബോഡിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ്? സ്പിക്യൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ സ്പോഞ്ചിൻ ഫൈബേഴ്സും കൂടി അവരുടെ യൂണിക് ഫീച്ചർ ആണ്. അപ്പൊ ബോഡി സപ്പോർട്ടഡ് ബൈ, ബോഡിയിൽ കുറെ അധികം സ്പിക്യൂൾസും സ്പോഞ്ചിൻ ഫൈബേഴ്സിന്റെയും നിറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ബോഡി. പോറിഫറൻസിന്റെ ബോഡി എന്ന് പറയുന്നത് സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിയൻ ഫൈബേഴ്സ്, ലോട്ട്സ് ഓഫ് സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിയൻ ഫൈബേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അടുത്തത് നമുക്ക് എക്സാമ്പിൾ നന്നായിട്ട് പഠിക്കണം. എക്സാമ്പിൾ രണ്ടും ചോദിക്കും, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ടാണ് ചോദിക്കുക. സൈക്കോൺ, സ്കൈഫ രണ്ടും പഠിക്കണം. സയന്റിഫിക് നെയിം പഠിക്കണം, നോർമൽ നെയിമും പഠിക്കണം. അപ്പൊ ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അറിയണം സ്പോഞ്ചിന്റെ ഇറ്റ് ഈസ് എ ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആണ് നമുക്ക് അറിയണം. ദെൻ യു സ്പോഞ്ചിയ ദാറ്റ് ഈസ് എ ബാത്ത് സ്പോഞ്ച് ആണ് അറിയണം. അപ്പൊ ഇത് മൂന്നും നന്നായിട്ട് പഠിക്കുക. സൈക്കോൺ സ്കൈഫ ആണ്, സ്പോഞ്ചില ഫ്രഷ് വാട്ടർ സ്പോഞ്ച് ആണ്, യു സ്പോഞ്ചിയ ബാത്ത് സ്പോഞ്ച് ആണ്. അത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഇതും കൂടി നന്നായിട്ട് നോക്കി വെക്കണം. ഓക്കെ, ക്ലിയർ ആണോ? പോറിഫറ ഓക്കെ ആണോ? ഗൗരി നന്ദ ഓക്കെ ആണോ മോളെ? പോറിഫറ, ഗൗരി നന്ദ കെ മനോജ് ഓക്കെ ആണോ? യെസ്, ക്ലിയർ ആണോ? ഗൗരി നന്ദ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. അനുശ്രീ, യെസ്, ഓക്കെ. ദെൻ ജനറൽ, അതായത് നമുക്ക് ക്യാരക്ടേഴ്സ് അറ്റ് എ ഗ്ലാൻസ് ഒരു ചെറുതായിട്ട് മറന്നു പോകാതിരിക്കാൻ. സെല്ലുലാർ ലെവലാണ്, അസിമെട്രിക്കൽ ആണ്, ചിലത് റേഡിയൽ ആണ്, ഏസിലോമേറ്റ് ആണ്, അക്വാട്ടിക്, മോസ്റ്റ്ലി മറൈൻ, സെഡൻഡറി, സോളിറ്ററി ഓർ കൊളോണിയൽ ആയിട്ട് കാണാൻ പറ്റും. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ് അവിടെ ഉള്ളത്. റെസ്പിറേറ്ററി സിസ്റ്റം പ്രത്യേകിച്ചില്ല, സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല. ദെൻ റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഫ്രാഗ്മെന്റേഷൻ, അതുപോലെ തന്നെ ഹെർമോഫ്രോഡൈറ്റ് ആണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ദെൻ അവരുടെ യൂണിക് ഫീച്ചർ വാട്ടർ കനാൽ സിസ്റ്റം, മില്യൺസ് ഓഫ് ഓസ്റ്റിയ പ്രസന്റ് ആണ്. സ്പോഞ്ചോസീൽസ് ആൻഡ് കനാൽസ് എന്നും കൊണ്ട് ലൈൻ ചെയ്തിരിക്കുന്നത് ക്വയാനോസൈറ്റ്സ്. ബോഡി സപ്പോർട്ടഡ് ബൈ സ്പിക്യൂൾസ് ആൻഡ് സ്പോഞ്ചിൻ ഫൈബേഴ്സ്. എക്സാമ്പിൾ സൈക്കോൺ, സ്പോഞ്ചില, യു സ്പോഞ്ചിയ. ഇത് മാത്രം പഠിച്ചാൽ പോരാ, സയന്റിഫിക് നെയിം ആൾസോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ ഇതുപോലെ ഷോർട്ട് ഫോം ആയിട്ട് വേഗം നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പോറിഫറ ഓക്കെ ആണ്. അപ്പൊ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോയാലോ? യെസ്, ഓക്കെ. അതിന് മുമ്പ് നമുക്ക് ഈ പോറിഫറിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ചെയ്ത് നോക്കാം. In sponges, the flow of water current in spongocoel is maintained by, ആരാണ് ഈ ഒരു മെയിൻ്റെനൻസ് നടത്തുന്നത്? In sponges, the flow of water current in the spongocoel is maintained by, ആരാ മക്കളെ? Collar cells. Yes, very good. Collar cells ആണ്, collar cells ആണ് ചെയ്യുന്നത്. Next one, direction of വാട്ടർ ഫ്ലോ ഇൻ ദ കനാൽ സിസ്റ്റം ഓഫ് സ്പോഞ്ചസ് ഈസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ്ലി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. യെസ്, ഓപ്ഷൻ 4. യെസ്, വെരി ഗുഡ്, ഓപ്ഷൻ 4. ദെൻ സെലക്ട് ദ കറക്റ്റ് ആൻസർ. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ, അസർഷൻ, റീസൺ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ സെലക്ട് ദ കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കണം. നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് നോക്കിയേ. ഡൈജഷൻ ഈസ് ഇൻട്രാ സെല്ലുലാർ ഇൻ സ്പോഞ്ചസ്. The body in porifera is supported by a skeleton made up of spicules or spongian fibers. രണ്ടും എന്താണെന്നുള്ളത് പറയാം. 1 കറക്റ്റ് ആണോ, 2 കറക്റ്റ് ആണോ?
രണ്ടും കറക്റ്റ് ആണോ? രണ്ടും തെറ്റാണോ? Both are correct. ബോത്ത് ആർ കറക്റ്റ്. വെരി ഗുഡ്. നെക്സ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത ഫൈലത്തിലേക്ക് പോയാലോ? ഫൈലം നിഡേരിയ. യെസ്, പോരിഫറ മനസ്സിലായോ? പോരിഫറയില് എനി ഡൗട്ട്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ പോരിഫറയില്? No, ma'am. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഫൈലമായ നിഡേരിയിലേക്ക് പോകാം. ഓക്കെ, ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെയാണ് നമ്മൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ വന്നിട്ടുള്ളത്. സിമെട്രി ആണെങ്കിൽ റേഡിയൽ സിമെട്രി ആണ്. ജേം ലെയേഴ്സ് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. സീലോം എസീലോമേറ്റ് ആണ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇനി അടുത്ത് നോക്കിയേ, ഹാബിറ്റ് ആൻഡ് ഹാബിറ്ററ്റ്. അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ. അക്വാട്ടിക്, മോസ്റ്റ്ലി മറൈൻ. സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ്, ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണ് നമ്മുടെ നിഡേരിയ. പാറി പറന്ന് നടക്കുന്നു, ഫ്രീ സ്വിമ്മിങ് ആയിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഫൈലം നിഡേരിയ. ഇനി അടുത്തത് സോളിറ്ററി ഓർ കൊളോണിയൽ. കോളനീസ് ആയിട്ടും ഒറ്റയ്ക്കും എന്ത് ചെയ്യുന്നു, അവര് ജീവിച്ചു പോകുന്നു. അപ്പൊ 3 കാര്യങ്ങളാണ്. അക്വാട്ടിക് ആണ്, കൂടുതലും എന്താ മറൈൻ ആണ്, സെസൈൽ ഓർ ഫ്രീ സ്വിമ്മിങ്, സോളിറ്ററി ഓർ കൊളോണിയൽ ആയിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. ഇനി ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ ഇൻട്രാസെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ. ഇൻകംപ്ലീറ്റ് ആണ് അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഇൻട്രാസെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻസ് ഇവരിൽ നടക്കുന്നുണ്ട്. റെസ്പിറേറ്ററി സർക്കുലേറ്ററി സിസ്റ്റംസ് എല്ലാം എന്താണ്, ഇവരിൽ ആബ്സെന്റ് ആണ്. അപ്പൊ എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്ന് നമുക്ക് ഇവരിനെ പറയാം. ഈ ഒരു അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ എന്നാണ് ഇവരിനെ നമ്മൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ സോളിറ്ററി ആണ്, ഫ്രീ സ്വിമ്മിങ് ആണ്, അതുപോലെ തന്നെ കോളനി ആയിട്ട് കാണുന്നുണ്ട്. റെസ്പിറേറ്ററി സിസ്റ്റവും അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഇവർക്ക് കംപ്ലീറ്റ്ലി ആബ്സെന്റ് ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കേസ് നമ്മൾ പറഞ്ഞു, റെസ്പിറേറ്ററിയും സർക്കുലേറ്ററി ആബ്സെന്റ് ആണെന്നും പറഞ്ഞു. ഇനി ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പോളിപ്പ് റീപ്രൊഡക്ഷൻ ആണ്. ഇവരുടെ റീപ്രൊഡക്ഷനിലാണ് ഒരു പ്രത്യേകത ഉള്ളത്. പോളിപ്പ് എന്താവുന്നു, പോളിപ്പ് റീപ്രൊഡ്യൂസ് അസെക്ഷലി. ഓക്കെ, അപ്പോ ഇവിടെ ഞാൻ എഴുതാം, പോളിപ്പ് അസെക്ഷലി ആണ് എന്തായിട്ട് മാറുന്നത്, മെഡൂസയായിട്ട് മാറും. മെഡൂസ അഗെയിൻ പോളിപ്പായി മാറുന്നത് എങ്ങനെയാ, സെക്ഷലി. ഓക്കെ, ഇതാണ് അവരുടെ ഒരു പ്രത്യേകത. പോളിപ്പ് അസെക്ഷലി റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവർ എന്തായിട്ട് മാറുന്നു, അഡൽട്ട് മെഡൂസ. ദെൻ ഈ അഡൽട്ട് മെഡൂസ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെയാണ് എന്താവുന്നത്, പോളിപ്പായിട്ട് മാറുന്നത്. അപ്പൊ നോക്കിയാൽ മക്കളെ, ഇവിടെ ചെറുതായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലാർവകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ലാർവന്റെ ആവശ്യമില്ല. നോക്കിയേ, ദിസ് വൺ ഈസ് എ പോളിപ്പാണ്, ഒരു പോളിപ്പാണ് ഇത്. ഈ പോളിപ്പ് എന്താണ്, അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ ഒരു ലാർവ ആയിട്ടുണ്ട്. ആ ലാർവ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ഡയറക്ട്ലി എന്താണ്, അഡൽട്ട് മെഡൂസ. അപ്പൊ പോളിപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ എന്തായിട്ട് മാറുന്നു, മെഡൂസയായിട്ട് മാറുന്നു. ദെൻ മെഡൂസ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ എന്തായിട്ട് മാറുന്നു, പോളിപ്പായിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ലാർവന്റെ കാര്യം എൻസിആർടിയിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് പഠിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇത് മാത്രം, പോളിപ്പ് സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ മെഡൂസ, ആൻഡ് മെഡൂസ സെക്ഷൽ റീപ്രൊഡക്ഷനിലൂടെ എന്തായിട്ട് മാറുന്നുണ്ട്, പോളിപ്പായിട്ട് മാറുന്നുണ്ട്. ഇനി ഇവരുടെ അതൊരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞ. ഇനി ഒരു പറയാനുണ്ട് അതിലൊരു കാര്യം കൂടെ. ഇനി മോസ്റ്റ് ആർ സെപ്പറേറ്റ് സെക്സസ്. 2 ആൾക്കാരിലും എന്തുണ്ട്, സെപ്പറേറ്റ് ആണ് അവരുടെ സെക്സ് ഓർഗൻസ്. ഇനി ഇവരിൽ എന്താണുള്ളത്, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് ഇവരിൽ നടക്കുന്നത്. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവരിൽ നടക്കുന്നത്. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് നടക്കുന്നത്. അപ്പൊ അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ. സെസൈൽ ആണ്, ഫ്രീ സ്വിമ്മിങ് ആണ്. റേഡിയൽ സിമെട്രി, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. ദെൻ ജേം ലെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം ആബ്സെന്റ് ആണ്. അതുപോലെ തന്നെ ഇവർക്ക് എന്താ, ഈ ഒരു പോളിപ്പ് റീപ്രൊഡക്ഷന്റെ കേസ് പറയുകയാണെങ്കിൽ പോളിപ്പ് റീപ്രൊഡ്യൂസ് അസെക്ഷലി ആൻഡ് മെഡൂസ സെക്ഷലി ആണ് ഇവിടെ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അതിന് നമ്മൾ ഒരു ഇത് പറയും, ഫിനോമിന ദാറ്റ് ഈസ് കോൾഡ് ആസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നാണ് പറയുന്നത്. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ കേട്ടിട്ടുണ്ടോ? ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഈ ഒരു സംഭവം കേട്ടിട്ടുണ്ടാവും നിഡേരിയൻസ്.
പോളിപ്പും മെഡൂസിയും ആവുന്ന ആ ഒരു ലൈഫ് സൈക്കിൾ, അവരുടെ ലൈഫ് സൈക്കിള് 2 പോളിപ്പും ആകുന്നുണ്ട്, അതുപോലെ തന്നെ മെഡൂസിയും ആകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ആണ് നമ്മുടെ മെറ്റാജെനസിസ് അല്ലെങ്കിൽ നമ്മുടെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിന് എക്സാമ്പിൾ നമ്മുടെ ഒബീലിയാണ് വരുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നിഡേറിയയിൽ വരുന്നത്. ദെൻ നോക്കിയേ, ഇനി അടുത്തത് ഇവരുടെ പ്രത്യേകമായിട്ടുള്ള യുണീക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെൻഡക്കിൾസ് വിത്ത് നിഡോബ്ലാസ്റ്റ്. ഇവരുടെ ഒരു നിഡോബ്ലാസ്റ്റ് ഉണ്ട്. നിഡോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിഡോബ്ലാസ്റ്റിന്റെ പ്രത്യേകത ഒരു സ്പെഷ്യലൈസ്ഡ് സ്റ്റിങ്ങിങ് സെൽസ് ആണ്. ഒരു സ്പെഷ്യലൈസ്ഡ് സ്റ്റിങ്ങിങ് സെൽസ് ആണ് ഓൺ ടെൻഡക്കിൾസ് ദ ബോഡി സർഫസ്. അതായത് ഇവരുടെ ബോഡി സർഫസിൽ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റിങ്ങിങ് സെൽസ് ഉണ്ട്. ഈ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സ്റ്റിങ്ങിങ് സെൽസിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൻകറേജ് ഡിഫൻസ് ആൻഡ് ക്യാപ്ചർ പ്രേ. ആൻകറേജ് ഡിഫൻസ് ആൻഡ് ക്യാപ്ചർ പ്രേ. അപ്പൊ നിഡോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷനും കൂടി നമ്മൾ അറിഞ്ഞു വെക്കണം. എന്തൊക്കെയാണ്? ആൻകറേജ് ആണ്, ഡിഫൻസ് ആണ്, അതുപോലെ തന്നെ ആൾസോ ഫോർ ക്യാപ്ചർ ദ പ്രേ. പ്രേ ഇര പിടിക്കാനൊക്കെ ആയിട്ട് അവര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു പ്രത്യേക ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ടെൻഡക്കിൾസ് വിത്ത് നിഡോബ്ലാസ്റ്റ്. നിഡോബ്ലാസ്റ്റ് ഒരു പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്റ്റിങ്ങിങ് സെൽസ് ആണ് നിഡോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സോ ടെൻഡക്കിൾസ് എന്താ നോക്കിയ മക്കളെ, ആർ ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ വിച്ച് സറൗണ്ട്സ് ദ മൗത്ത് ഓഫ് ദ സീലൻഡ്രേറ്റ്സ്. അപ്പൊ ഈ ഒരു സീലൻഡ്രേറ്റ്സിന്റെ മൗത്തിന്റെ ഭാഗത്ത് ആയിട്ട് ഒരു ഇത് കണ്ടോ ദിസ് വൺ ടെൻഡക്കിൾസ്. ഇതാണ് നമ്മുടെ ടെൻഡക്കിൾസ് എന്ന് പറയുന്നത്. സോ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ്, അല്ലെങ്കിൽ ഫിംഗർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ് അതിന്റെ മൗത്തിന്റെ ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നു. ഇതാണ് ഫുഡ് ക്യാപ്ചറിനും അതുപോലെ തന്നെ ഡിഫൻസിനും ഒക്കെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ നിഡോബ്ലാസ്റ്റില് അല്ലെങ്കിൽ നിഡോസൈറ്റ്സില് സ്റ്റിങ്ങിങ് സെൽസ് പ്രസന്റ് ആണ്. ദാറ്റ് സ്റ്റിങ്ങിങ് സെൽസ്, ആ സ്റ്റിങ്ങിങ് സെൽസിൽ ഒരു പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂൾ ഉണ്ട്. പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂൾ, അതിന് നമ്മൾ പറയുന്ന പേരാണ് നെമറ്റോസിസ്റ്റ്. അപ്പൊ നിഡേറിയയില് ഒരു സ്റ്റിങ്ങിങ് സെൽസ് ഉണ്ട്. ആ സ്റ്റിങ്ങിങ് സെൽസിൽ ഒരു പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂൾ നമുക്ക് കാണാൻ പറ്റും. ആ പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെമറ്റോസിസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ യുണീക് ഫീച്ചർ. ടെൻഡക്കിൾസ് വിത്ത് നിഡോബ്ലാസ്റ്റ് ആണ് അതിന്റെ യുണീക് ഫീച്ചർ. ടെൻഡക്കിൾസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞു. അത് എന്തിനു സഹായിക്കുന്നു? ഫുഡ് ക്യാപ്ചർ ആൻഡ് ഡിഫൻസിനാണ് സഹായിക്കുന്നത്. ഇനി നിഡോബ്ലാസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഡോസൈറ്റ്സ് ആണ്. ദേ ആർ സ്റ്റിങ്ങിങ് സെൽസ് ആണ് പ്രസന്റ് ഓൺ ദ ടെൻഡക്കിൾസ്. ടെൻഡക്കിൾസിൽ കാണുന്ന സ്റ്റിങ്ങിങ് സെൽസ് ആണ്. ആ സ്റ്റിങ്ങിങ് സെൽസിന്റെ പ്രത്യേകത പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂൾസ് ആണ്. കുറെ അധികം പോയിസൺ ഫിൽഡ് ആയിട്ടുള്ള ഒരു സെൽസ് ആണ് അത് നെമറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. ഈ നിഡോബ്ലാസ്റ്റിന്റെ ഫംഗ്ഷൻ എന്താ? ആൻകറേജ്, ഡിഫൻസ് ആൻഡ് ക്യാപ്ചർ പ്രേ. പ്രേ ഇര പിടിക്കാനൊക്കെ ആയിട്ടാണ് ഇവര് കൂടുതലായിട്ടും ഇത് യൂസ് ചെയ്ത് വരുന്നത്. ഇനി ഇവരുടെ യൂണിക് ഫീച്ചർ ഗ്യാസ്ട്രോവാസ്കുലാർ കാവിറ്റി. ഗ്യാസ്ട്രോവാസ്കുലാർ കാവിറ്റി എന്ന് പറയുന്ന ഒരു യുണീക് ഫീച്ചർ ആണ് ഇവരിൽ കണ്ടുവരുന്നത്. ഗ്യാസ്ട്രോവാസ്കുലാർ കാവിറ്റി എന്ന് പറയുന്ന യുണീക് ഫീച്ചർ ആണ്. വിത്ത് ആൻ ഓപ്പണിംഗ് മൗത്ത് ഓൺ ദ ഹൈപ്പോസ്റ്റോം. കണ്ടോ മക്കളെ, ഇവിടെയാണ് അവരുടെ ഹൈപ്പോസ്റ്റോം. എന്താ കണ്ടോ, ഹൈപ്പോസ്റ്റോം എവിടെയാണ്? ഈ ഹൈപ്പോസ്റ്റോമിലാണ് എന്ത് കാണാൻ പറ്റുന്നത്? മൗത്ത് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി എവിടെയെന്നൊക്കെ ഈ ഒരു റീജിയനിലാണ് ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി കാണുന്നത്. സോ ഇനി ഒരു യുണീക് ഫീച്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി ആണ് വിത്ത് ആൻ ഓപ്പണിംഗ് മൗത്ത് ഓൺ ദ ഹൈപ്പോസ്റ്റോം. ഇതാണ് അവരുടെ പ്രത്യേകത. അപ്പൊ നിഡേറിയന്റെ പ്രത്യേകത നമ്മുടെ നെമറ്റോസിസ്റ്റും നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ നിഡോസൈറ്റ്സ്, സ്റ്റിങ്ങിങ് സെൽസ് അല്ലെങ്കിൽ നമ്മുടെ എന്തായിരിക്കും നെമറ്റോസിസ്റ്റ് ആണ് പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു ഫീച്ചേഴ്സ്. നെമറ്റോസിസ്റ്റ് ആണ് മെയിൻലി പഠിക്കേണ്ടത്. അത് പോയിസൺ ഫിൽഡ് ക്യാപ്സ്യൂൾ ആണെന്നുള്ളത് ഓർത്തു വെക്കുക. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കണം. നോക്കിയേ, ഇതാ ഇവിടെ കാണാൻ പറ്റും നമ്മുടെ നെമറ്റോസിസ്റ്റ് എവിടെയാണ് കാണുന്നത്? കണ്ടോ, നെമറ്റോസിസ്റ്റ് ഇവിടെയാണ്, ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇവിടെയാണ് നമുക്ക് എന്ത് ഫില്ല് ചെയ്തിട്ടുള്ളത്? പോയിസൺ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു ബാഗ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. അപ്പോൾ എനിമീസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് ഇവരുടെ പോളിപ് മെഡൂസ ഫോം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കിയാൽ ഇതാണ് പോളിപ് ലൈക്ക് സ്ട്രക്ചർ. അതുപോലെ തന്നെ മെഡൂസ അംബർല ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇനി ഇവരുടെ ഫീച്ചേഴ്സ് നോക്കാം. 2 ബോഡി ഫോംസ് ഉണ്ട് നമ്മൾ പറഞ്ഞല്ലോ, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ നമ്മൾ പറഞ്ഞില്ലേ. സോ അതിൽ പോളിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, എ ട്യൂബുലാർ അറ്റാച്ച്ഡ് എസെക്ഷൽ ഫോം. എസെക്ഷലി ആണ് ഉണ്ടാവുന്നത്. വിത്ത്
അപ്വേർഡ്ലി ഡയറക്റ്റഡ് മൗത്ത് ആൻഡ് ടെൻഡക്കിൾസ്. കണ്ടോ, മുകളിൽ ഭാഗത്താണ് നമ്മുടെ എന്താ ഉണ്ടാവുക, മൗത്തും അതുപോലെ തന്നെ ടെൻഡക്കിൾസ് കാണാൻ പറ്റുന്നത്. കണ്ടോ, ടെൻഡക്കിൾസ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രത്യേകത. ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് ഇവര്, ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. അപ്വേർഡ്ലി മൗത്ത് ആൻഡ് ടെൻഡക്കിൾസ് ഇവരിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ എക്സാമ്പിൾ ആണ് മക്കളെ നമ്മൾ പഠിക്കേണ്ടത്. ഹൈഡ്ര ആഡംസി ആണ് എക്സാമ്പിൾ. ഹൈഡ്രയും ഹൈഡ്രന്റെ സ്ട്രക്ചർ, ദിസ് വൺ ഈസ് ആഡംസിയ. അപ്പൊ ഇത് രണ്ടും നമ്മൾ മെയിൻലി പഠിക്കണം. അപ്പൊ പോളിപ്പിന് എക്സാമ്പിൾ പഠിച്ചിരിക്കണം, ഹൈഡ്ര ആഡംസിയ ചോദിക്കും. അപ്പൊ പോളിപ്പ് എന്താ, ട്യൂബുലാർ അറ്റാച്ച്ഡ് സെക്ഷൽ ഫോം ആണ്. ദാറ്റ് ഈസ് അതിന്റെ അപ്വേർഡ് റീജിയനിലാണ് മൗത്ത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ടെൻഡക്കിൾസ് കാണാൻ പറ്റുന്നതും അതിന്റെ അപ്വേർഡ് റീജിയനിലായിട്ടാണ് കാണുന്നത്. ഇനി എക്സാമ്പിള് ഹൈഡ്ര ആൻഡ് ആഡംസിയ. ഹൈഡ്രയും ആഡംസിയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി മെഡൂസ. മെഡൂസ നോക്കിയേ, മെഡൂസ ഒരു കുട പോലത്തെ സ്ട്രക്ചർ ആണ് അല്ലെ. അംബ്രല ലൈക്ക് ഫ്രീ സ്വിമ്മിങ് സെക്ഷൽ ഫോം ആണ്. അംബ്രല ലൈക്ക് ഫ്രീ സ്വിമ്മിങ്, ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരാളാണ് ഈ ഒരു മെഡൂസ എന്ന് പറയുന്നത്. അവരെങ്ങനെയാണ്, ഇവര് മറ്റേ പോളിപ്പ് അപ്വേർഡ് ആണ് ഡയറക്ഷൻ, ഇവരാണെങ്കിൽ ഡൗൺവേർഡ് ആണ് ഇവരുടെ ഡയറക്ഷൻ കാണാൻ പറ്റുന്നത്. ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ് ഇവരിൽ ഉണ്ടാവുന്നത്. ഇനി മൗത്തും ടെൻഡക്കിൾസ് ഒക്കെ എങ്ങനെയാ, താഴ്ഭാഗത്താണ്. മെഡൂസയിൽ മൗത്തും ടെൻഡക്കിൾസ് ഒക്കെ എങ്ങനെയാ, താഴ്ഭാഗത്താണ് ഉണ്ടാവുന്നത്. ഒറേലിയം അതുപോലെ തന്നെ ജെല്ലി ഫിഷ് ആണ് ഇവരിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ രണ്ട് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു, പോളിപ്പ്, മെഡൂസ. അതിന്റെ ഫീച്ചേഴ്സ് ആണ്, പോളിപ്പ് എന്ന് പറയുമ്പോൾ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്, എക്സെക്ഷലി ഉണ്ടാവുന്നു. അതിന്റെ മൗത്തും ടെൻഡക്കിൾസും അപ്വേർഡ് ആണ്, അപ്വേർഡ് ആയിട്ട് മൂർഭാഗത്തായിട്ടാണ് കാണുന്നത്. എക്സാമ്പിൾ ആണെങ്കിൽ നമ്മുടെ ഹൈഡ്ര ആഡംസിയ. മെഡൂസ, മെഡൂസ എന്ന് പറയുന്നത് അംബർല ലൈക്ക് ആണ്, ഫ്രീ സ്വിമ്മിങ് സെക്ഷൽ ഫോം ആണ്, സെക്ഷൽ ഫോമിലൂടെ ഉണ്ടാവുന്നു. ദെൻ ഇവരുടെ ഡൗൺവേർഡ്ലി ആണ് ഇവരുടെ മൗത്തും ടെൻഡക്കിൾസും കാണുന്നത്. ദെൻ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒറേലിയ ആണ്, ദാറ്റ് ഈസ് ജെല്ലി ഫിഷ് എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ഇവര് മെഡൂസയ്ക്ക് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ഒരു യുണീക് ഫീച്ചർ, ദിസ് വൺ ഈസ് ഇമ്പോർട്ടന്റ് ഇൻ ദ ഫൈലം നിഡേരിയ. നമ്മൾ ഓൾറെഡി പറഞ്ഞ കേസാണ്, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ മെറ്റാജെനസിസ് ഏതു ഫൈലത്തിനോട് കൂടിയുള്ളതാണെന്ന് ചോദിക്കും. അപ്പൊ നമുക്ക് കുറെ ഫൈലംസ് തരുമ്പോൾ കൺഫ്യൂഷൻ ആകും. അപ്പൊ മെറ്റാജെനസിസ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് നിഡേരിയക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഫീച്ചർ ആണ്. അപ്പൊ മെറ്റാജെനസിസ് അല്ലെങ്കിൽ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ, ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം പോളിപ്പ്, മെഡൂസ എന്നുള്ള കാര്യം. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഈസ് അതർവൈസ് കോൾഡ് ആസ് മെറ്റാജെനസിസ് എന്നും കൂടി നമ്മൾ മൈൻഡിൽ സെറ്റ് ആക്കുക. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഈസ് ഓൾസോ കോൾഡ് ആസ് മെറ്റാജെനസിസ്. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പോളിപ്പ്, മെഡൂസ ഓർമ്മ വരണം. സോ നോക്കിക്കോ, ഇറ്റ് ഈസ് ദ ഫിനോമിന ഷോൺ ബൈ സം നിഡേരിയൻസ് ഇൻ വിച്ച് എന്തായിരിക്കും, പോളിപ്പ് പ്രൊഡ്യൂസ് മെഡൂസ asexually and medusa form the polyp sexually. അതാണ് മെയിൻലി നോക്കേണ്ടത്. Then the example is obelia. എക്സാമ്പിൾ ഒരെണ്ണേ പഠിക്കാനുള്ളൂ. ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനസിസിന് എക്സാമ്പിൾ നമ്മുടെ ഒബീലിയ ആണെന്ന് പഠിച്ചു വെക്കാം. അടുത്ത് നോക്കിയേ, നിഡേരിയന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് നമ്മൾ പറഞ്ഞു, റേഡിയൽ ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക്, സീലോം ആണെങ്കിൽ എസീലോമേറ്റ്, ഹാബിറ്റ് ആൻഡ് ഹാബിറ്ററ്റ് ആണെങ്കിൽ അക്വാട്ടിക് ആണ്, മോസ്റ്റ്ലി മറൈൻ, സെസൈൽ, ഫ്രീ സ്വിമ്മിങ്, സോളിറ്ററി ഓർ കൊളോണിയൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്, ഇൻട്രാസെല്ലുലർ ആൻഡ് എക്സ്ട്രാ സെല്ലുലർ ഡൈജഷൻ വിച്ച് ടേക്സ് പ്ലേസ്. റെസ്പിറേറ്ററി സിസ്റ്റം ഇല്ല, അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല, അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ ആണ് അതിന്റെ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കി വെക്കേണ്ട കാര്യം റീപ്രൊഡക്ഷൻ ആണ്. അത് തന്നെ ആൾട്ടർനേഷൻ ഓഫ് ജനറേഷന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ദെൻ യുണീക് ഫീച്ചർ എന്ന് പറയുമ്പോൾ യുണീക് ഫീച്ചറിൽ നിഡോബ്ലാസ്റ്റിന്റെ കേസാണ് നമ്മൾ പറയേണ്ടത്. നിഡോബ്ലാസ്റ്റ് ഉണ്ട്, ഗ്യാസ്ട്രോവാസ്കുലർ കാവിറ്റി ദാറ്റ് ഈസ് സീലൻഡ്രോൺ എന്നറിയപ്പെടുന്നു. അതെന്താ, മൗത്ത് ഓൺ ദ ഹൈപ്പോസ്റ്റോം. നമ്മുടെ ഹൈഡറിന്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഹൈപ്പോസ്റ്റോമിന്റെ ഭാഗത്തായിട്ട് എന്ത് കാണുന്നുണ്ട്, മൗത്ത് കാണുന്നുണ്ട്. ദെൻ പോളിപ്പ് മെഡൂസിന്റെ ഫോർമേഷൻ ദാറ്റ് ഈസ് ആൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇനി അടുത്തത് ഇവരുടെ ഒരു പ്രത്യേകത കോറൽസ് ആണ്. അവരിൽ എന്തുണ്ട്, അവരുടെ ബോഡിയിൽ എന്താ കാൽഷ്യം കാർബണേറ്റും കൂടി അവരുടെ സ്കെൽട്ടനിൽ കാണാൻ പറ്റും. ഓക്കെ, കോറൽസ് ആണെങ്കിൽ അവരുടെ ബോഡിയിൽ കാൽഷ്യം കാർബണേറ്റ് കാണാനായിട്ട് പറ്റും. ഇനി ഇതും നമ്മുടെ NCERT കുറെ അധികം എക്സാമ്പിൾസ് വിത്ത് സയന്റിഫിക് നെയിം നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പ്രതീക്ഷിക്കാം. ഇങ്ങനെയുള്ളതെന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇപ്പൊ ഹൈഡ്ര, ഒബീലിയ, ഒറീലിയ, ഫൈസാലിയ, അഡംസിയ, പെനാറ്റുല, ഗോർഗോണിയ അല്ലെ, മിയാൻഡ്രീന, ഇത്രയും ആൾക്കാരാണ് നമുക്ക് കണ്ടുവരുന്നത്. അപ്പൊ ഇവര് അഡംസിയ എന്ന് പറയുമ്പോൾ അതില് സി അനിമോൺ ആണ് അതിന്റെ സയന്റിഫിക് നെയിം വരുന്നത്. ഒറേലിയ ആണെങ്കിൽ ജെല്ലി ഫിഷ് ആണ്, പെനാറ്റുല സീ പെൻ
പൈസാലിയ, പോർച്ചുഗീസ് മെൻ ഓഫ് വാർ, മിയാൻഡ്രിന, ബ്രെയിൻ കോറൽ എന്നാണ് അറിയപ്പെടുന്നത്, കോർഗോണിയ, സീ ഫാൻ. ഇതൊക്കെ നമ്മുടെ NCERT-ല് 2 നെയിമും കൂടി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. സയന്റിഫിക് നെയിമും ഉണ്ട്, നോർമൽ നെയിമും ഉണ്ട്. ഇത് മാച്ച് ദ ഫോളോയിങ്ങിന്റെ രീതിയിൽ ഈ ഒരു ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് മക്കളെ. അപ്പൊ ഇതിന്റെ സയന്റിഫിക് നെയിം എക്സാമ്പിൾ ആണ് മെയിൻലി നോക്കേണ്ടത്. ബാക്കിയുള്ള കാര്യം നമുക്ക് പിന്നെയും ഒരു ഐഡിയ കിട്ടും. എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ചിട്ട് പോക്കുക. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? Yes, ma'am. ഓക്കെ, യെസ്. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. ഇതിലെ ആൻസർ ഞാൻ തന്നെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. സീലൻഡ്രേറ്റ്സ് ആർ മോസ്റ്റ്ലി എന്തായിരിക്കും, നമ്മൾ പറഞ്ഞതാണ് സീലൻഡ്രേറ്റ്സ് എന്താന്നുള്ളത് അല്ലെ. മോസ്റ്റ്ലി എന്തായിരുന്നു, ദേ ആർ മറൈൻ ആണ്, സിസൈൽ ആൻഡ് ഫ്രീ സ്വിമ്മിങ്ങും കൂടിയാണ്. ഇനി അടുത്തത് ഞാനൊരു മാച്ച് ദ ഫോളോയിങ് നിങ്ങൾക്ക് തരാം, അത് നിങ്ങളൊന്ന് നോക്കുക. കോളം 1 കോളം 2 ഞാൻ ചെയ്ത് തരാം. മാച്ച് ചെയ്തേ മക്കളെ, ഗോർഗോണിയ. ഇത് മാച്ച് ദ ഫോളോയിങ് നമ്മളിപ്പോ പഠിച്ചതാ. ഒന്ന് മാച്ച് ചെയ്തേ. എ ഏതാ വരിക, ബി ഏതാ വരിക, സി ഏതാ വരിക, ഡി ഏതാ വരിക? ഏതെങ്കിലും 1-2 അറിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയുള്ളത് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് നോക്കിക്കേ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. Peninsula Seapen. യെസ്, പെനറ്റുല സീപ്പൻ. പെനറ്റുല സി, ഓപ്ഷൻ സി അല്ലേ, സീപ്പൻ. ഇനി അടുത്തത് ആരെങ്കിലും? Meandrina brain coral. മിയാൻഡ്രിന ബ്രെയിൻ കോറൽ, പി. മിയാൻഡ്രിന ബി, പി. ഇനി Adamsia sea anemone. അഡംസിയ സി അനിമോൺ, അഡംസിയ ഡി അല്ലെ, ഡി സി അനിമോൺ, സോറി ഡി സി അനിമോൺ. ഓക്കെ, ഡി എസ് കറക്റ്റ് തന്നെയാണ്. ഇനി അടുത്തത് ഒരെണ്ണേ പെൻഡിങ് ഉള്ളൂ. എ എന്താ വരിക, എന്താ വരിക? സി ഫാൻ അല്ലേ. യെസ്. അപ്പൊ അത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നോ? അപ്പൊ നിങ്ങൾ ആദ്യം മാച്ച് ദ ഫോളോയിങ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, അറിയാവുന്ന മാച്ച് ദ ഫോളോയിങ് നമ്മൾ മാച്ച് ചെയ്ത് പോവാ. അപ്പൊ നമുക്ക് എന്തായാലും കിട്ടും. ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അപ്പൊ നമ്മളിത് പഠിച്ചു പോണം. ഗോർഗോണി എന്താണ്, അതുപോലെ തന്നെ മിയാൻഡ്രിന, പെനാറ്റുല, അഡംസി, ഇതൊക്കെ നമ്മളിപ്പോ നോക്കിയതാണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. ഇത് മാത്രമല്ല മക്കളെ, ഈ പൈലത്തിൽ മാത്രമല്ല, എല്ലാ പൈലത്തിലെയും കൂടെ മിക്സ് ചെയ്തും ചോദിക്കും. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും കൂടി ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്, ക്ലിയർ അല്ലേ? ഇതിൽ ഡൗട്ട് ഉണ്ടോ? No, ma'am. ഓക്കെ, ശരി. ഇനി അടുത്തത് നമുക്ക് ഫൈലം ടീനോഫോറ. അടുത്തത് ടീനോഫോറ എന്നുള്ള ഫൈലത്തിലേക്ക് നമുക്ക് കടക്കാം. അത് ശരിക്കും കോമൺ നെയിം എന്ന് പറയുന്നത് കോംബ് ജെല്ലീസ്, സീ വാൾനട്ട്സ് എന്നൊക്കെയാണ് ഇവർ അറിയപ്പെടുന്നത്. കോംബ് ജെല്ലീസ്, സീ വാൾനട്ട്സ് എന്ന് അറിയപ്പെടുന്നു. ഇനി ഇവരുടെ ജനറൽ ക്യാരക്ടേഴ്സ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ടീനോഫോറിന്റെ ക്യാരക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്ന് നമുക്ക് പറയാം. റേഡിയൽ സിമെട്രി ആണ്, അതുപോലെ തന്നെ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, അതുപോലെ ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇനി അടുത്തത് ഇവരുടെ ഒരു പ്രത്യേകത, കോംബ് പ്ലേറ്റ്സ് ഉണ്ട്. അതായത് നോക്കിയേ,
ജനറൽ ക്യാരക്ടേഴ്സ് ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, 2 ജേം ലെയേഴ്സ് കാണാൻ പറ്റും എന്ന് പറഞ്ഞു. ഇനി സീലോമേറ്റ് ആണ്. ഇനി അടുത്തത് ഇവർക്ക് ഇതാ കണ്ടോ കോംബോപ്ലേറ്റ്സ്, ഇങ്ങനെ 2 സീലിയ പോലെയുള്ളൊരു സാധനം അവർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, 2 ടെൻഡക്കിൾസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, യുണീക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിന്റെ യുണീക് ഫീച്ചർ, ഓരോന്നിന്റെ യുണീക് ഫീച്ചർ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു പേപ്പറിൽ എഴുതി വെച്ചാലും കുഴപ്പമില്ല. ഓരോന്നിന്റെ യുണീക് ഫീച്ചർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ഇടയുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ യുണീക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ് ഫ്രം ദ ബോഡി. അവരുടെ ബോഡിന്ന് തന്നെ എന്ത് എമിറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്, ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ അത് അവരുടെ ഒരു പ്രത്യേക പ്രോപ്പർട്ടിയാണ്, ഒരു ദ പ്രോപ്പർട്ടി ഓഫ് ലിവിങ് ഓർഗാനിസം. ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ് എന്താണ് ബയോലുമിനിസെൻസ് എന്നാണ് ഇത് പറയപ്പെടുന്നത്. എന്താ, അവരുടെ ബോഡിന്ന് അവരെന്ത് എമിറ്റ് ചെയ്യുന്നുണ്ട്, ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫിനോമിനെ ബയോലൂമിനിസെൻസ് എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തത് ഇവരുടെ ബോഡിയിൽ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് കാണാൻ പറ്റും. 8 കണ്ടോ, ഇതുപോലെ നമുക്ക് ഇതുപോലെ നമ്മുടെ NCERT ഒരു ഡയഗ്രാം ഉണ്ട്, ഇങ്ങനെ 8 വരകളുള്ള ഒരു ഡയഗ്രാം നമുക്ക് കാണാൻ പറ്റും, ഒരു യെല്ലോ കളറായിട്ട് ടെക്സ്റ്റിൽ കാണാൻ പറ്റുന്ന ഒരു ഡയഗ്രാം ഉണ്ട്. ഏകദേശം ഇതുപോലെ തന്നെ ഉണ്ടാവും, ഇതുപോലെ ഇങ്ങനെ 8 എന്തുണ്ട് ഇങ്ങനെ ബിയറിംഗ്സ്. ദിസ് ഈസ് ദ ഡയഗ്രാം, ഇതായിരിക്കും നമ്മുടെ NCERT തന്നിട്ടുള്ള ഡയഗ്രാം. അപ്പൊ 8 എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംസ്, അതെ സീലിയ പ്രസന്റ് ആയിട്ടുള്ള ഒരു കോംസ് പ്രസന്റ് ആണ്. അത് 2 സീലിയാണ്, വലുതായിട്ടുള്ള സീലിയ നമുക്ക് കാണാൻ പറ്റുന്നത്. അതല്ലാണ്ട് 8 റോസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു ജീവിയിൽ കണ്ടുവരുന്നുണ്ട്. ഈ സീലിയന്റെ ഫംഗ്ഷൻ എന്താ, അല്ലെങ്കിൽ സീലിയ പ്ലേറ്റ്സിന്റെ അല്ലെങ്കിൽ സീലിയ കോംബോ പ്ലേറ്റ്സ് എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ സീലിയ കോംബോ പ്ലേറ്റ്സിന്റെ ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് ഫോർ ലോക്കോമോഷൻ ആണ്. അപ്പോൾ ഈ സീലിയന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഫോർ ലോക്കോമോഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവരുടെ യുണീക് ഫീച്ചർ എന്ന് പറയുന്നത് എമിറ്റ് ലൈറ്റ് ഫ്രം ദ ബോഡി. അപ്പൊ ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് വരും. നമുക്ക് ടീനോഫോറ തരും, ബയോലൂമിനിസെൻസ് തരും, കുറെ അധികം ഫൈലാസും കൂടെ തരും. അവരുടെ ഫീച്ചേഴ്സും കൂടെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവല്ലേ. ബയോലൂമിനിസെൻസ് ടീനോഫോറിന്റെ മാത്രമുള്ളൊരു സ്പെഷ്യൽ ഫീച്ചർ ആണ്, യുണീക് ഫീച്ചർ ആണ്. അപ്പൊ ദേ ഹാവ് ദ എബിലിറ്റി ടു എമിറ്റ് ലൈറ്റ് ഫ്രം ദ ബോഡി. ആ ഒരു ജീവിയിൽ തന്നെ കണ്ടുവരുന്ന ഒരു പ്രത്യേക ഫീച്ചർ ആണ് ഇത്. ഇനി ഇവരുടെ ബോഡിയിൽ എന്താണ് 8 എന്തുണ്ട്, എക്സ്റ്റേണൽ റോസ് ഓഫ് സീലിയേറ്റഡ് കോംബ് ഉണ്ട്. ആ സീലിയേറ്റഡ് കോംബ് എന്തിനു വേണ്ടിയിട്ടാണ്, ലോക്കോമോഷന് വേണ്ടിയാണ് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഡൈജഷന്റെ കേസ് പറയുകയാണെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞു. ഇവരുടെ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്, എക്സിബിറ്റ് ഓൺലി സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്സസ് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല, മുണീഷ്യസ് എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ ഫെർട്ടിലൈസേഷൻ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെന്റ് ഇസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ് ഇവര് കണ്ടുവരുന്നത്. പ്ലൂറോബ്രാങ്കിയ ആൻഡ് ടീനോപ്ലാനയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ ടീനോഫോറയ്ക്ക് എക്സാമ്പിൾ പ്ലൂറോബ്രാങ്കിയ ആൻഡ് ടീനോപ്ലാന ആണ് എക്സാമ്പിൾ. അപ്പൊ ഇതാണ് ഇവരുടെ മെയിൻ ഫീച്ചേഴ്സ്. അപ്പൊ ജനറൽ ക്യാരക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവര് കോമൺലി അറിയപ്പെടുന്നത് എന്തായിട്ടാണ്, സീ വാൾനട്ട്സ് ഓർ കോംബ് ജെല്ലീസ് എന്നാണ് ഇവര് കോമൺലി അറിയപ്പെടുന്നത്. കണ്ടോ, കോംബ് ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട്സ്. നമ്മളിപ്പോ സീ വാൾനട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ എക്കിനോഡെർമാറ്റയും മൊളസ്ക് ഒക്കെ ഓർമ്മ വരും. സോ ടീനോഫോറയാണ് കോംബ് ജെല്ലീസ് അല്ലെങ്കിൽ സീ വാൾനട്ട്സ് ആയിട്ട് കാണുന്നത്. ഇനി ഇവരുടെ ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ദെൻ എക്സ്ക്ലൂസീവ്ലി മറൈൻ എന്നറിയപ്പെടുന്ന ആൾക്കാരാണ് ടീനോഫോറ. റേഡിയൽ സിമെട്രി ആണ്, ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്. ഇവരിൽ കോംബ് പ്ലേറ്റ്സ് പ്രസന്റ് ആണ്. കോംബ് പ്ലേറ്റ്സ് എന്ന് പറയുമ്പോൾ 8 എന്താ പറയാ എക്സ്റ്റേണൽ റോസ് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ, ഇതാണ് 8 എക്സ്റ്റേണൽ റോസ് കാണാൻ പറ്റുന്നുണ്ടാവും അതില്. ഇനി അതുപോലെ തന്നെ 2 സീലിയേറ്റഡ് കോംബ് പ്ലേറ്റ്സ് ഉണ്ട്, വിച്ച് ഹെൽപ്സ് ഫോർ ലോക്കോമോഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു കോംബ് പ്ലേറ്റ്സ് മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ബയോലൂമിനിസെൻസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു യുണീക് ഫീച്ചർ ആണ്. ആരുടെയാ, നമ്മുടെ ഈ ഒരു ടീനോഫോറിന്റെ യുണീക് ഫീച്ചർ എന്ന് പറയുന്നത് എന്താ, ബയോലൂമിനിസെൻസ് ആണ്. ഇനി ഇവരുടെ ഡൈജഷൻ എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷനും കൂടി ഉണ്ട്. ദെൻ സെക്സസ് ആർ നോട്ട് സെപ്പറേറ്റഡ്, മൊണീഷ്യസ് ആണ് ഇവരിൽ കണ്ടുവരുന്നത്. ഇനി അതുപോലെ തന്നെ ഇവരുടെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ആരൊക്കെയാ, പ്ലൂറോബ്രാങ്കിയ ആൻഡ് ടീനോപ്ലാനയാണ് മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ്. അപ്പൊ ഇതാണ് മെയിൻലി ആരുടെ ഫീച്ചേഴ്സ്, ടീനോഫോറയുടെ ഫീച്ചേഴ്സ്. മനസ്സിലായോ മക്കളെ? ക്ലിയർ ആണോ? ടീനോഫോറ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ടീനോഫോറയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ് ഉണ്ടോ?
അഫ്രീന, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോളെ? അഫ്രീന, അഫ്രീന ക്ലിയർ ആണോ? അഫ്രീന ഒന്നും റെസ്പോണ്ട് ചെയ്യില്ലല്ലോ. മീനാക്ഷി, മീനാക്ഷി അമ്മീനു, ക്ലിയർ ആണോ? സൂര്യദേവ് ക്ലിയർ ആണോ? എന്തോ ഒന്ന് റെസ്പോണ്ട് ചെയ്യാത്തത് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. യെസ്, ഓക്കെ. കുറെ പേരൊന്നും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ പേര് വിളിക്കുന്നുണ്ട് എന്നിട്ട് റെസ്പോൺസ് ഇല്ലല്ലോ. മനസ്സിലാവണുണ്ടോ? യെസ് മാം. ഓക്കെ. ഭദ്ര മാത്രമാണ് കുറെ സമയത്ത് റെസ്പോൺസ് ഉള്ളത്. ബാക്കിയുള്ള ആൾക്കാര് ഓക്കെ. അടുത്തേക്ക് പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. അനുശ്രീ, അനുശ്രീ ഇടയ്ക്ക് കാണാറുണ്ട്. ഇനി ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് ഇനി കാണണം. ഓക്കെ. ഇനി അടുത്ത് നമ്മുടെ ടീനോഫോർ കഴിഞ്ഞു. ടീനോഫോറിന്റെ ഫീച്ചേഴ്സും കഴിഞ്ഞു. ടീനോഫോറിന്ന് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ റീപ്രൊഡക്ഷന്റെ കേസും യൂണിക് ഫീച്ചറാണ് മെയിൻ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം. ഓക്കെ. ഇനി അടുത്തത് ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ് അല്ലെ. ഫ്ലാറ്റ് വേംസ് കാണാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഫ്ലാറ്റ് വേംസ്. നമ്മൾ ഭയങ്കര മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആൾക്കാരാണ്. ചിലതൊക്കെ നമുക്ക് നോർമലി കാണാനായിട്ട് പറ്റുന്നു ആൾക്കാരും കൂടി ഉണ്ട്. ഫ്ലാറ്റ് വേംസ് ഇവരുടെ ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ആണ് ഇവരുടെ മെയിൻ ഫീച്ചർ. ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം കാണാൻ പറ്റും. പ്ലനേരിയ, ടേറ്റ് ബോം ഒക്കെയാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ. ഫൈലം പ്ലാറ്റി ഹെൽമിന്തസ്, പ്ലനേരിയ, ടേറ്റ് ബോം ഒക്കെയാണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓർഗൻ ആൻഡ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് ഇവരിൽ കണ്ടുവരുന്നത്. ഇനി നോക്കിയേ ഇവരുടെ സിമെട്രി എങ്ങനെയാ നോക്കിയേ. ബൈലാറ്ററൽ സിമെട്രി ആണ്. ബൈലാറ്ററൽ സിമെട്രി ആണ്. ദെൻ സീലോം ആണെങ്കിൽ എസീലോമേറ്റ്. ബൈലാറ്ററൽ സിമെട്രി ആണ്, എസീലോമേറ്റ്. ബൈലാറ്ററൽ സിമെട്രി, എസീലോമേറ്റ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. 3 ലെയേഴ്സ് നമുക്ക് കാണാം. എക്ടോഡോം, മീസോഡോം ആൻഡ് എൻഡോഡോം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഹാബിറ്റ് ആൻഡ് ഹാബിറ്ററ്റ് മെയിൻലി അക്വാട്ടിക് ആണ്. എൻഡോ പാരസൈറ്റ് ആണ്. സം ആർ ഫ്രീ ലിവിങ്. എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലാണ് അവർക്ക് ജീവിക്കാൻ ഇഷ്ടം. മറ്റൊരാളുടെ ബോഡിയുടെ ഉള്ളിൽ ഇൻഡസ്റ്റൈനിലൊക്കെ ആയിട്ടാണ് ഇവര് കണ്ടുവരുന്നത്. അപ്പൊ ജനറൽ ക്യാരക്ടേഴ്സ് ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക്, എസീലോമേറ്റ്, മെയിൻലി അക്വാട്ടിക് ആണ്. അതുപോലെ തന്നെ എൻഡോ പാരസൈറ്റ്സും കൂടിയാണ്. സം ആർ ഫ്രീ ലിവിങ് ആയിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ. എൻഡോ പാരസൈറ്റ്സ് എന്നാണ് ഇവര് ശരിക്കും അറിയപ്പെടുന്നത്. ഫൗണ്ട് ഇൻ അനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ ബീങ്സിലും അനിമൽസിലൊക്കെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഇവരുടെ ജീവിതം അതായത് ഹാബിറ്റാറ്റ് എന്നൊക്കെ പറയുന്നത് എന്താ, നമ്മുടെ ഫ്രീ ലിവിങ് ആയിട്ടുള്ള ജീവികളിലാണ്. അപ്പൊ മെയിൻലി അവർ എൻഡോ പാരസൈറ്റ്സ് ആണ്. ഇനി അതുപോലെ തന്നെ ഇവരുടെ ബോഡിയുടെ സ്ട്രക്ചർ, ബോഡിയുടെ ഫോം എന്ന് പറയുകയാണെങ്കിൽ ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ്. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി. ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡിയാണ് ഇവരിൽ കണ്ടുവരുന്നത്. ഓക്കെ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ബോഡി സിമെട്രി, ബൈലാറ്ററൽ സിമെട്രി ആണെന്ന് പറഞ്ഞു. ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ട്രിപ്ലോബ്ലാസ്റ്റിക്, എസീലോമേറ്റ്. ഇനി നോക്കിയ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൺലി സിംഗിൾ ഓപ്പണിംഗ് മാത്രമേ ഇവർ കാണുന്നുള്ളൂ അല്ലെ. വിച്ച് ആക്ട് ആസ് മൗത്ത് ആൻഡ് ഏനസ്. സിംഗിൾ ഓപ്പണിംഗ് ആണ്. അത് തന്നെയാണ് മൗത്തും ഏനസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. ദെൻ അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ആബ്സെന്റ് ആണ്. റീപ്രൊഡക്ഷൻ, സെക്ഷൽ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെന്റേഷൻ. നോക്കിയ മക്കളെ, നമ്മളിത് എവിടെ എല്ലായിടത്തും എക്സാമ്പിൾ കണ്ടുവരുന്നതാണ് അല്ലെ. ഫ്രാഗ്മെന്റേഷൻ ഇൻ പ്ലനേരിയ. പ്ലനേരിയക്ക് ഹാസ് ദ ഹൈ റീജനറേഷൻ കപ്പാസിറ്റി. ഈ പ്ലനേരിയനെ എത്ര പീസസ് ആയിട്ട് മുറിച്ചിട്ടാലും എന്ത് ചെയ്യുന്നു, ആ ഒരു കുഞ്ഞു പീസിൽ നിന്ന് തന്നെ ഒരു ന്യൂ പ്ലനേരിയ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ദാറ്റ് ഈസ് ഫ്രാഗ്മെന്റേഷൻ. ദെൻ പ്ലനേരിയക്ക് റീജനറേഷൻ കപ്പാസിറ്റി കൂടുതലാണ്. ദെൻ ഹെർമോഫ്രോഡൈറ്റ് ആണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ബിക്കോസ് ഓഫ് മെനി ലാർവൽ സ്റ്റേജസിലൂടെ ഇത് കടന്നു പോയിട്ടാണ് ഒരു പുതിയ അഡൽറ്റ് ഉണ്ടായി വരുന്നത്. അപ്പൊ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇൻകംപ്ലീറ്റ്, റെസ്പിറേറ്ററി സിസ്റ്റം ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റം ആബ്സെന്റ്, reproduction, asexual reproduction and also the sexual reproduction. Then എന്തായിരുന്നു, ഹെർമോഫ്രോഡൈറ്റ് ആണ്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ,
ഡെവലപ്മെന്റ് ഈസ് ഇന്റേണൽ ആൻഡ് ആൾസോ ബിക്കോസ് ഓഫ് മെനി ലാർവൽ സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് നമ്മുടെ പ്ലനേറിയന്റെ ഒരു ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്ലാറ്റിഹെൽമിന്തസിന്റെ ഫീച്ചേഴ്സ്. ഇനി ഇവരുടെ യുണീക് ഫീച്ചർ നോക്കിയേ, ഇത് വളരെ ഇമ്പോർട്ടന്റ്. യുണീക് ഫീച്ചർ എല്ലാത്തിന്റെയും നന്നായിട്ട് പഠിച്ചു വെക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് യുണീക് ഫീച്ചേഴ്സ് കാണുന്നത്. എന്താ നോക്കിയേ, അൺസെഗ്മെന്റഡ്. ഇവരുടെ ബോഡി നമ്മൾ പറഞ്ഞു ഡോർസോ വെൻട്രലി ആണ്, ഫ്ലാറ്റൻഡ് ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു ബോഡിയാണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ അൺസെഗ്മെന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സെഗ്മെന്റ് എന്താന്ന് പറഞ്ഞു, ഇങ്ങനെ കുറെ അധികം പാർട്ടീഷൻസ് ഉള്ളതാണ് സെഗ്മെന്റ് എന്ന് പറഞ്ഞു. പക്ഷെ ഇവരുടെ ബോഡി എന്തായിരിക്കും, അൺസെഗ്മെന്റഡ് ബോഡിയാണ് അല്ലെ, അൺസെഗ്മെന്റഡ് ബോഡിയാണ് ഇവരിൽ കണ്ടുവരുന്നത്. എക്സെപ്റ്റ് അതിലെ ടേപ്പ് വേം മാത്രം, ടേപ്പ് വേമിൽ ചെറുതായിട്ട് എന്തുണ്ട്, സെഗ്മെന്റേഷൻസ് കാണുന്നുണ്ട്. അപ്പൊ അൺസെഗ്മെന്റഡ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻ ബോഡിയാണ് എക്സെപ്റ്റ് ടേപ്പ് വേംസ്. ഓക്കെ, ഇനി അടുത്തൊരു യുണീക് ഫീച്ചർ, ഇത് എപ്പോഴും ക്വസ്റ്റ്യനിൽ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചു വന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യുണീക് ഫീച്ചർ ആണ് എക്സ്ക്രീഷൻ. ഇവരുടെ എക്സ്ക്രീഷൻ എങ്ങനെയാണ്, പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് ഫ്ലെയിം സെൽസ്. അപ്പൊ പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ തന്നെ പഠിച്ചു വെച്ച മക്കളെ, ഫ്ലെയിം സെൽസ് ആണ് അവരുടെ എന്തിനു വേണ്ടിയിട്ട് എക്സ്ക്രീഷന് സഹായിക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ അല്ലെങ്കിൽ ഫ്ലെയിം സെൽസ് വിച്ച് ഹെൽപ്സ് ഫോർ എക്സ്ക്രീഷൻ ഇൻ ആർല പ്ലാറ്റിഹെൽമിന്തസ്. അത് നന്നായിട്ട് നോക്കി വെക്കുക. ഇനി അടുത്തൊരു ഫീച്ചർ, പ്ലാറ്റിഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ തന്നെ അവരില് എന്തായിരിക്കും, ഹുക്കേഴ്സ്. നമ്മൾ പറഞ്ഞു ദേ ആർ പാരസൈറ്റ്സ് ആണ് അല്ലെ, ലിവിങ് ഓർഗാനിസത്തിന്റെ ആ ലിവിങ് ഓർഗാനിസത്തിന്റെ മുകളിലാണ് അത് ജീവിക്കുന്നത് അല്ലെ, ഉള്ളിലാണ്. എൻഡോ പാരസൈറ്റ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ദേ ഹാവ് ഹുക്കേഴ്സ് ആൻഡ് സക്കേഴ്സ് ഇൻ പാരസൈറ്റിക് ഫോംസ്. ഇവരില് ഹുക്കേഴ്സും സക്കേഴ്സും പ്രസന്റ് ആണ് അല്ലെ. ഹുക്കേഴ്സ് ഇതാ നോക്കിയേ, ഹുക്കേഴ്സ് ഇതൊക്കെ ഉണ്ടോ, കുറെ അധികം ഹുക്കുകളുണ്ട്. അതുപോലെ തന്നെ സക്കേഴ്സും ഇവരുടെ ബോഡിയിൽ പ്രസന്റ് ആണ്. ഈ ഹുക്കേഴ്സും സക്കേഴ്സും എന്താ ചെയ്യുക, അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ്. ആരുടെ ബോഡിയിലാണോ ഉള്ളത് അവരുടെ ബോഡിയിൽ നിന്ന് എന്ത് വലിച്ചെടുക്കുന്നുണ്ട്, ന്യൂട്രിയൻസ് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ആ ബോഡി സർഫസിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഹൂക്സും സക്കേഴ്സും ഉപയോഗിച്ചിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ന്യൂട്രിയൻസിനെ വലിച്ചെടുക്കും. അതൊരു യുണീക് ഫീച്ചർ ആണ്. അപ്പൊ ഇതിൽ കുറച്ചധികം യുണീക് ഫീച്ചേഴ്സ് ഉണ്ട്. 3 മെയിൻലി പഠിക്കാനുള്ളത്. അൺസെഗ്മെന്റഡ് ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻഡ് ബോഡി ഒരെണ്ണം. ഇനി എക്സ്ക്രീഷൻ ഉപയോഗിക്കുന്നത് ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ. പിന്നെ ഹൂക്സ് ആൻഡ് സക്കേഴ്സ് അവരുടെ ബോഡിയിൽ ഒരു കാണാനായിട്ട് പറ്റും. ബിക്കോസ് ദ ആക്ട് ആസ് എന്താണ്, പാരസൈറ്റ്സ് ആയിട്ടാണ് അവർ എപ്പോഴും കാണപ്പെടുന്നത്. അത് മാത്രമല്ല ഇവരെന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ന്യൂട്രിയൻസ് ഫ്രം ദ ഹോസ്റ്റ് ത്രൂ ദ ബോഡി സർഫസിലുള്ള ന്യൂട്രിയൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വലിച്ചെടുക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ യുണീക് ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ ടീനാസോളിയം പോർക്ക് ടേപ്പ് വേം ആണ് അതിൽ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, പോർക്ക് ടേപ്പ് വേം എന്ന് അറിയപ്പെടുന്ന ഒരാളാണ്, അത് ഒരു പാരസൈറ്റ്. അതുപോലെ തന്നെ ലിവർ ഫ്ലൂക്ക്, അതിന് ലിവർ ഫ്ലൂക്ക് ഫാസിയോള എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് നമ്മളുടെ പ്ലാറ്റിഹെൽമിന്തസിന് എക്സാമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഇനി ഇവർക്ക് എന്താ പറയാ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുണ്ടെന്ന്, കുറെ അധികം സെഗ്മെന്റേഷൻസ് ചെറുതായിട്ട് കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അത് ആ സെഗ്മെന്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നറിയോ, സ്യൂഡോ സെഗ്മെന്റ്സ്. ബിക്കോസ് കംപ്ലീറ്റ് സെഗ്മെന്റ്സ് ആയിട്ട് നമുക്ക് എന്ത് ആക്ട് ചെയ്യുന്നില്ല. നമുക്ക് തോന്നും ദാറ്റ് ഈസ് സെഗ്മെന്റ്സ് പ്രസന്റ് ആണെന്ന് തോന്നും. ഒരു ഫോൾസ് സെഗ്മെന്റിന്റെ ഒരു രീതിയാണ് നമുക്കിതിൽ കണ്ടുവരുന്നത്. അപ്പൊ ടീനിയാസോളിയം അതുപോലെ തന്നെ നമ്മുടെ എന്തായിരിക്കും ലിവർ ഫ്ലൂക്ക് ആണ് ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് പ്ലാറ്റിഹെൽമിന്തസിന്. അപ്പൊ യുണീക് ഫീച്ചേഴ്സ് പ്രത്യേകം പഠിക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ടത് എക്സ്ക്രീഷനും അതുപോലെ തന്നെ ഹുക്സ് ആൻഡ് സക്കേഴ്സിന്റെ കേസ് നമ്മൾ നന്നായിട്ട് നോക്കി വെക്കുക. യെസ്, പ്ലാറ്റിഹെൽമിന്തസ് ക്ലിയർ ആണോ? Grades and organ system, bilateral symmetry ആണ്, triploblastic, acoelomate, endoparasites. Some are free living. എല്ലാം endoparasites നമുക്ക് പറയാൻ പറ്റില്ല. Some are free living ആണ്. Digestion incomplete, respiratory and circulatory absent ആണ്. Reproduction നോക്കിയേ, asexual ഉണ്ട്, asexual fragmentation, internal fertilization നടക്കുന്നുണ്ട്. Development is indirect because of many larval stage കടന്നു പോകുന്നുണ്ട്. Unsegmented ആണ്, ഡോർസോ വെൻട്രലി ഫ്ലാറ്റൻ ബോഡി എക്സെപ്റ്റ് ടേപ്പ് വേം. ഫ്ലെയിം സെൽസ് അല്ലെങ്കിൽ പ്രോട്ടോനെഫ്രീഡിയ എക്സ്ക്രീഷന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പാരസൈറ്റ്സ്, ഹുക്സ് ആൻഡ് സക്കേഴ്സ് ഉണ്ട്, അബ്സോർബ് ന്യൂട്രിയൻസ്. ദെൻ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു വെക്കുക. NCERT എന്ത് എക്സാമ്പിൾ ആണോ അത് നന്നായിട്ട് നോക്കി വെക്കുക. ആൻഡ് ആൾസോ ദെയർ സയന്റിഫിക് നെയിമും കൂടി പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ ഇതിൽ മെയിൻ ഫ്ലെയിം സെൽസ് ഹെൽപ്പ് ഇൻ
എന്തിനു വേണ്ടി എന്ന് ചോദിക്കും. ഫ്ലെയിം സെൽസ് ഹെൽപ്പ് ഇൻ ഡാഷ് ഇൻ പ്ലാറ്റിഹെൽമിന്തസ് അല്ലെങ്കിൽ ഫ്ലെയിം സെൽസിന്റെ ഫംഗ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് അറിയണം എന്തൊക്കെയാണ് എക്സ്ക്രീഷൻ, ഓസ്മോ റെഗുലേഷൻ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഓസ്മോ റെഗുലേഷനും എക്സ്ക്രീഷനും സഹായിക്കും ആരാ? ഫ്ലെയിം സെൽസ്. അപ്പൊ ഫ്ലെയിം സെൽസിന്റെ ഫംഗ്ഷൻ ഓസ്മോ റെഗുലേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷനും കൂടി നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓസ്മോ റെഗുലേഷനും കൂടി ഉണ്ട്. ഓസ്മോ റെഗുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. ഓസ്മോ റെഗുലേഷനും കൂടി അറിഞ്ഞു വെക്കുക. ഓസ്മോ റെഗുലേഷൻ. ഓക്കെ, അപ്പൊ അത് ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടി അറിഞ്ഞു വെക്കുക. ഇനി അടുത്ത ഫൈലം നമ്മുടെ ആസ് ഹെൽമിന്തസിലേക്കാണ് പോകുന്നത്. ആസ് ഹെൽമിന്തസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിലും ആസ് ഹെൽമിന്തസ് എന്ന് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ആരാ? റൗണ്ട് വേംസ് ആണ് അല്ലെ. റൗണ്ട് വേംസ് ആണ് വരുന്നത്. അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഒരു ഹാബിറ്റാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫ്രീ ലിവിംഗ് ആണ്. അതിന്റെ അക്വാട്ടിക് ആൻഡ് ടെറസ്ട്രിയൽ കാണാൻ പറ്റും. പാരസൈറ്റിക് ആണ്. പ്ലാന്റ്സിലും അനിമൽസിലും ആക്ട് ആസ് പാരസൈറ്റ്സ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ബൈലാറ്ററൽ സിമെട്രി ആണ്. അപ്പൊ മെയിൻ ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ ഫ്രീ ലിവിംഗ്, അക്വാട്ടിക് അല്ലെങ്കിൽ ടെറസ്ട്രിയൽ ആയിട്ട് കാണുന്നു. പാരസൈറ്റിക് ആണ്. എവിടെയൊക്കെ? പ്ലാന്റ്സിലും പാരസൈറ്റിക് ആണ്, ആസ് വെൽ ആസ് അനിമൽസിലും പാരസൈറ്റിക് ആയിട്ട് കാണാൻ പറ്റുന്നു. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് അവരിൽ കാണുന്നത്. ദെൻ ബൈലാറ്ററൽ സിമെട്രി, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സ്യൂഡോസീലോമേറ്റ്സ്, ദെൻ സെഗ്മെന്റേഷൻ ആബ്സെന്റ് ആണ്. ഓക്കെ, ബൈലാറ്ററൽ സിമെട്രി ആണ് ഇവരുടെ പ്രത്യേകത. ദെൻ ജനറൽ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. എക്ടോഡോം ഉണ്ട്, മീസോഡോം ഉണ്ട്. അതുപോലെ തന്നെ എൻഡോഡോം നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ദെൻ സ്യൂഡോസീലോമേറ്റ് ആണ്, അതായത് ഫോൾസ് സീലോം എന്ന് അറിയപ്പെടുന്നു ഇവരുടെ. അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ്. ഇറ്റ് ഹാസ് ബോത്ത് മൗത്ത് ആൻഡ് ആനസ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഇറ്റ് ഹാസ് ബോത്ത് മൗത്ത് ആൻഡ് ആനസ്. മൗത്തും ആനസും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. ദെൻ ട്യൂബുലാർ എലിമെന്ററി കനാൽ വിത്ത് വെൽ ഡെവലപ്ഡ് മസ്കുലാർ ഫാരിങ്സ്. എലിമെന്ററി കനാൽ ഓൾസോ ഇവരിൽ പ്രസന്റ് ആണ്. ഇനി അക്വാട്ടിക് ആണ്, ടെറസ്ട്രിയൽ ആണ്, അതുപോലെ തന്നെ ഫ്രീ ലിവിംഗ് ഓർ പാരസൈറ്റിക് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. റെസ്പിറേറ്ററി സിസ്റ്റം അതുപോലെ തന്നെ സർക്കുലേറ്ററി സിസ്റ്റം കംപ്ലീറ്റ്ലി ഇവരില് ആബ്സെന്റ് ആണ്. ഇപ്പൊ നമ്മൾ പഠിച്ചു വരുമ്പോ ഏകദേശം എല്ലാ പൈലത്തിലെയും സ്യൂഡോസീലോമേറ്റ് ആണ്, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, അങ്ങനെ ഒരു എല്ലാം ഏകദേശം ഒരു കൺഫ്യൂഷൻ പോലെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ആ ഒരു ടേബിൾ കോളം നോക്കുക. NCERT ലാസ്റ്റ് നമുക്ക് ടേബിൾ കോളം തന്നിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്പാരിസൺ നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. അല്ലെങ്കിൽ ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആവും. എല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യും? സീലോമേറ്റ് ആണെന്ന് തോന്നിപ്പോകും, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണെന്ന് തോന്നിപ്പോകും, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, അങ്ങനെയൊക്കെ തോന്നിപ്പോകും. അപ്പൊ അത് കമ്പയർ ചെയ്ത് തന്നെ പഠിക്കണം. ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഒരിക്കലും അത് കൺഫ്യൂഷൻ ആവില്ല. ഇനി റീപ്രൊഡക്ഷൻ ഡൈഷ്യസ് ആണ്. സെക്സസ് ആർ സെപ്പറേറ്റഡ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റും ഇവരിൽ കാണാറുണ്ട്. ഇനി യുണീക് ഫീച്ചർ നോക്കിയേ. an excretory tube to remove body waste through excretory pore. ഇവരുടെ യുണീക് ഫീച്ചർ എന്ന് പറയുമ്പോൾ ഇവരുടെ ബോഡിയിൽ ഒരു എക്സ്ക്രീറ്ററി പോർ ഉണ്ട്. ആ എക്സ്ക്രീറ്ററി പോർ വഴിയാണ് ഇവരുടെ എക്സ്ക്രീഷൻ നടക്കുന്നത്. അപ്പൊ എക്സ്ക്രീറ്ററി പോർ വഴിയാണ് എക്സ്ക്രീഷൻ നടക്കുന്നത്. ഇനി അടുത്തൊരു ഫീച്ചേഴ്സ് നോക്കിയേ. ബോഡി സർക്കുലാർ അല്ലെ, ഇൻ ക്രോസ് സെക്ഷൻ. അതുപോലെ തന്നെ സിൻസീഷ്യൽ, മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇവരുടെ ബോഡിയിൽ കുറെ അധികം എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. അതുപോലെ തന്നെ തിക്ക് ക്യൂട്ടിക്കൾ ആണ് ഇവർക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ സർക്കുലാർ ഇൻ ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ ദേ ആർ സർക്കുലാർ ആണ്. അതുപോലെ തന്നെ സിൻസീഷ്യൽ, ദാറ്റ് ഈസ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. നമുക്കറിയാം തിക്ക് ക്യൂട്ടിക്കിൾ ആണ്. മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആൻഡ് ഓൾസോ തിക്ക് ക്യൂട്ടിക്കിൾസ് പ്രസന്റ് ആണ്. ഇനി അലിമെന്ററി കനാൽ ഈസ് കംപ്ലീറ്റ് ആണ്, വെൽ ഡെവലപ്ഡ് ആണ്, വിത്ത് മസ്കുലാർ ഫാരിങ്സ്. ആൻഡ് ഓൾസോ എക്സ്ക്രീഷന് വേണ്ടി നമുക്ക് എന്താണ്? ഒരു എക്സ്ക്രീറ്ററി ട്യൂബ് റിമൂവ്സ് body waste from the body cavity and opens out through the excretory pore. Excretory pore വഴിയാണ് ഇത് റിലീസ് ആയി പോകുന്നത്. That excretory pore, it is made up of Rennett cells എന്നറിയപ്പെടുന്ന ഒരു particular type of cells are Rennett cells എന്ന് പറയുന്ന ഒരു സെൽസും കൊണ്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, Rennett cells. ഇനി അടുത്തത് ഇവര് സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്ന ആൾക്കാരാണ്.
ഇറ്റ് ഈസ് മോർഫോളജിക്കലി ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. മെയിലും ഫീമെയിലും രണ്ടാൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. എന്താ അവരുടെ മെയിൻ ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഫീമെയിൽസ് കുറച്ചും കൂടി എന്തായിരിക്കും, നീളം കൂടിയ ആൾക്കാരാണ്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. അപ്പോൾ ആസ് ഹെൽമിന്തസിന്റെ പ്രത്യേകത റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഡൈഷ്യസ് ആണ്, സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ, ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്. യുണീക് ഫീച്ചർ എന്ന് പറയുമ്പോൾ അവരുടെ ബോഡിയിൽ ഒരു എക്സ്ക്രീറ്ററി പോർ ഉണ്ട്, ദാറ്റ് ഹെൽപ്സ് ഫോർ എക്സ്ക്രീഷൻ. ആൻഡ് ആൾസോ ദേ ഹാവ് എ സർക്കുലർ മസിൽസ് ഇൻ ക്രോസ് സെക്ഷൻ. ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് എന്താണ്, സർക്കുലർ മസിൽസ് കാണാൻ പറ്റുന്നു. ദെൻ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. അതുപോലെ തന്നെ തിക്ക് ക്യൂട്ടിക്കൽ അവരിൽ കാണാൻ പറ്റുന്നു. ദെൻ യുണീക് ഫീച്ചർ, വേറൊരു യുണീക് ഫീച്ചർ ഡൈമോർഫിസം കാണിക്കുന്നു, സെക്ഷൽ ഡൈമോർഫിസം കാണിക്കുന്നു. ദാറ്റ് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ആൻഡ് ഫീമെയിൽ. നമുക്ക് മോർഫോളജിക്കലി അവരിനെ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് തിരിച്ചറിയാനായിട്ട് പറ്റും. എന്താ ഒരു ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഫീമെയിൽസ് ആർ ലോങ്ങർ ദാൻ മെയിൽസ്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ടുള്ള അവരുടെ ഡിഫറൻസ്. ഇനി നോക്കിയേ, ഇവരുടെ ഒറ്റ ഗ്ലാൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓർഗൻ സിസ്റ്റം നമ്മൾ പറഞ്ഞു ബൈലാറ്ററൽ ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സ്യൂഡോസിലോമേറ്റ്, അക്വാട്ടിക്, ടെറസ്ട്രിയൽ, ഫ്രീ ലിവിങ്, പാരസൈറ്റിക്. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വെച്ചുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്, റെസ്പിറേറ്ററി ആബ്സെന്റ്, സർക്കുലേറ്ററി ആബ്സെന്റ്. റീപ്രൊഡക്ഷന്റെ കേസ് ഡൈഷ്യസ് എന്ന് പറഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് നടക്കുന്നത്. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഉണ്ട്. ഡെവലപ്മെന്റ് ഡയറക്റ്റ് ഡെവലപ്മെന്റും നടക്കാം, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റും നടക്കാം. ദെൻ എപ്പിഡെർമിസ്, മൾട്ടി ന്യൂക്ലിയേറ്റഡ് എപ്പിഡെർമിസ് ഉണ്ട്, തിക്ക് ക്യൂട്ടിക്കൽ ആണ്. അതുപോലെ തന്നെ സെക്ഷൽ ഡൈമോർഫിസം നടക്കുന്നുണ്ട്. അതിന് എക്സാമ്പിള് ആസ്കാരിയസ്, ആൻസൈക്ലോസ്റ്റോമ, വൗച്ചറേരിയ. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? അതിലെ എക്സാമ്പിൾസും നമ്മൾ പഠിക്കണം, വിത്ത് സയന്റിഫിക് നെയിംസും കൂടി നോക്കണം. അസ്കാരിയസിന്റെ റൗണ്ട് വേം, അസ്കാരിയസ് റൗണ്ട് വേം അവിടെ തന്നിട്ടുണ്ട്. അസ്കാരിയസ് റൗണ്ട് വേം എന്നറിയുന്നു. ആൻസൈക്ലോസ്റ്റോമ ഹുക്ക് വേം, ആൻസൈക്ലോസ്റ്റോമ ഹുക്ക് വേം എന്നറിയപ്പെടുന്നു. ദെൻ അടുത്തത് വൗച്ചറേരിയ ഫിലേറിയൽ വേം, വൗച്ചറേരിയ ഫിലേറിയൽ വേം എന്നറിയപ്പെടുന്നു. അപ്പൊ അത് മൂന്നും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. മൂന്നും നന്നായിട്ട് പഠിച്ചിരിക്കണം വിത്ത് സയന്റിഫിക് നെയിംസ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഞാനൊന്ന് ഒരു മാച്ച് ദ ഫോളോയിങ് നമുക്ക് തരാം. ഈ മാച്ച് ദ ഫോളോയിങ് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തായാലും ഉണ്ടാവും. ഓക്കെ, യെസ്, നോക്കിയോ, മാച്ച് ചെയ്തോ? Roundworm ascaris. യെസ്, Ancyclostoma hook. എ ആർ ബി Wuchereria filaria. എസ് സി. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാ ഫൈലംസും കൂടി തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, ചെയ്യാനായിട്ട് അറിയണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫൈലത്തുനിന്ന് അസെർഷൻ റീസൺ ഒക്കെ നമുക്ക് ചോദിക്കും. അതായത് ജസ്റ്റ് ഒന്നുമില്ല, അസ്കാരിയസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എന്ന് പറഞ്ഞ് ഒരു തുടങ്ങും. എന്നിട്ട് അവർ പറയും ആബ്സെൻസ് ഓഫ് ട്രൂ സീലോം എന്ന് ചോദിക്കും. ആബ്സെൻസ് ഓഫ് ട്രൂ സീലോം ബട്ട് പ്രസൻസ് ഓഫ് മെറ്റാമറിസം എന്ന് പറയും. ദാറ്റ് ഈസ് എന്താണ്, നമുക്ക് ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അസ്കാരിയസ് എന്ന് പറയുന്നത് ഏത് ഫൈലമാണെന്ന് നമുക്കറിയണം, അതിന്റെ ഫൈലത്തിന്റെ സീലോമിന്റെ ഫീച്ചർ എന്താണെന്ന് അറിയണം. എന്നാൽ മാത്രം അതൊക്കെ നന്നായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല മക്കളെ, അസെർഷൻ റീസൺസ് ടൈപ്പും അതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് അവരുടെ ചിലപ്പോൾ ജസ്റ്റ് പറയും പ്രസൻസ് ഓഫ് neither true coelom or not metamerism എന്നൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് വ്യക്തമായിട്ട് അറിയണം അവരുടെ സീലോം എന്താ, മെറ്റാമറിസം ഉള്ള ആൾക്കാരാണോ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓരോ എന്താ പറയാ നമ്മുടെ സ്റ്റേറ്റ്മെന്റിനും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
ആൻസർ പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. ഈ ഒരു ഭാഗം നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. അതുപോലെ പിന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വരുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറെ ഫൈലംസ് നമ്മുടെ ഓപ്ഷനിൽ തരും. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കെയർഫുള്ളി എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ചില കുറെ അധികം ഫൈലത്തിന്റെ ക്യാരക്ടേഴ്സ് കൂടി മിങ്കിൾ ആക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ 1-2 ഫൈലത്തിന്റെ ക്യാരക്ടേഴ്സ് മിങ്കിൾ ആക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ എല്ലാം ABCD ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. എല്ലാം ഒരു ഫൈലത്തിന്റെ ക്യാരക്ടർ മാത്രമായിട്ടും തരും. എന്നിട്ട് ചൂസ് ചെയ്യാനായിട്ട് തരും. ഇപ്പൊ മാച്ച് ദ ഫോളോയിങ് തന്നെ ഇപ്പൊ ഹൂക്സ് ആൻഡ് സക്കേഴ്സ് ആർ പ്രസന്റ് ഇൻ എ പാരസൈറ്റിക് ഫോം എന്ന് തരും. അതിന്റെ നേരെ വേറെ ഏതെങ്കിലും ഫൈലായിരിക്കും തരിക. അപ്പൊ നമ്മൾ ഏത് ഫൈലമാണെന്ന് എടുത്തെഴുതാൻ നമുക്ക് അറിയണം. പ്ലാറ്റി ഹെൽമിന്തസ് ആണോ, ആസ് ഹെൽമിന്തസ് ആണോ, മോളുസ്കയാണോ, അങ്ങനെ എടുത്തെഴുതാനായിട്ട് അറിയണം. അപ്പൊ ഇത് ഈ ഒരു ഭാഗത്ത് നിന്ന് കുറെ അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ തരും. അതുപോലെ തന്നെ നമുക്ക് ഫൈലം ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അറിഞ്ഞിരിക്കണം. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ ജസ്റ്റ് 3 തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പോലത്തെ മാച്ച് ദ ഫോളോയിങ് ടൈപ്സും ഉണ്ടാവും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം. യെസ്, ഓക്കെ അല്ലേ? അടുത്ത ഫൈലത്തിലേക്ക് പോവാം. ആസൽമിന്തസ് ഓക്കെ അല്ലേ മക്കളെ? അനലിഡയിലേക്ക് പോവാം. യെസ്, നോക്കിക്കോ. അനലിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓർമ്മ വരേണ്ട കാര്യം എന്തായിരിക്കും? സെഗ്മെന്റ്സ്. അവരുടെ ബോഡി സർഫസ് ഈസ് ഡിസ്റ്റിങ്ക്ട്ലി മാർക്ക്ഡ് ഔട്ട് ഇൻ ടു ഡിഫറെന്റ് സെഗ്മെന്റ്സ്, അല്ലെങ്കിൽ എന്താ മെറ്റാമിയേഴ്സ് എന്ന് അറിയപ്പെടണം അല്ലെ. കുറെ റിംഗ് ലൈക്ക് സ്ട്രക്ചർ ആണ് കണ്ടോ അവരുടെ ബോഡിയിൽ. ഇത് കണ്ടോ, അങ്ങനെ കുറെ അധികം റിംഗ് ലൈക്ക് സ്ട്രക്ചർ മെറ്റാമിയേഴ്സ് കാണാൻ പറ്റും. അപ്പൊ അതാണ് നമ്മൾ അനലിഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മെറ്റാമിയേഴ്സ് അല്ലെങ്കിൽ സെഗ്മെന്റേഷൻ എന്ന് ഓർമ്മ വേണം. ഗ്രേഡ്സ് ഓർഗൻ സിസ്റ്റം ആണ് അവരുടെ, മെയിൻലി ഓർഗൻ സിസ്റ്റം ആണ് അവരിൽ വരുന്നത്. പിന്നെ അവരുടെ ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്റാറ്റ് എന്ന് പറയുമ്പോൾ അക്വാട്ടിക് ആണ്, മറൈനിലും കാണാൻ പറ്റും, ഫ്രഷ് വാട്ടറിലും കാണാൻ പറ്റും. ദെൻ ആസ് വെൽ ആസ് ടെറസ്ട്രിയൽ ആണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ എന്തായിട്ട് ആക്ട് ചെയ്യും? പാരസൈറ്റ്സ് ആയിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അക്വാട്ടിക്, മറൈനിൽ ഉണ്ടാവും, ഫ്രഷ് വാട്ടറിൽ ഉണ്ടാവും, ടെറസ്ട്രിയൽ, ദെൻ ഫ്രീ ലിവിങ്, സം ഓഫ് ദം ആർ പാരസൈറ്റിക് ആയിട്ട് കാണാൻ പറ്റും. ഇനി ഇവരുടെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്, ബൈലാറ്ററൽ സിമെട്രി, അതുപോലെ തന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റ്, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതുപോലെ ഇവരുടെ ഒരു പ്രത്യേകത എക്സിബിറ്റ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇവരിൽ കണ്ടുവരുന്നത്. ഓക്കെ, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് ഇവരിൽ കണ്ടുവരുന്നത്. ഇനി അതുപോലെ തന്നെ ഇവരുടെ ന്യൂറൽ സിസ്റ്റത്തിൽ കുറെ അധികം എന്തുണ്ട്? അതായത് നെർവ് കോഡ്സ് ഒക്കെ ഇവരിൽ, നെർവ് ഓഫ് ഡബിൾ വെൻട്രൽ നെർവ് കോഡ്സ് ഒക്കെ ഇവരിൽ കണ്ടുവരുന്നുണ്ട്. ചെറുതായിട്ടുള്ള ന്യൂറൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഈ ഒരു അനലിഡയിലാണ്. അപ്പൊ ഏത് ഫൈലത്തിലാണ് ന്യൂറൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത്? ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അനലിഡ മുതലാണ് ന്യൂറൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇനി അടുത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ നെർവ് റിങ്സ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടാവും ഈ അനലിഡ്സിൽ. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ എക്സ്ക്രീഷനും ഓസ്മോറെഗുലേഷനും നെഫ്രീഡിയാണ് സഹായിക്കുന്നത്. നെഫ്രീഡിയ നൈട്രോജനസ് വേസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സും ആനിക് ബാലൻസിനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ടും സഹായിക്കും. അപ്പൊ ഇതൊക്കെയാണ് അവരുടെ ജനറൽ ഫീച്ചേഴ്സ്. നമുക്ക് നോക്കാം. ഇനി ഓർഗൻ സിസ്റ്റം ഓൾറെഡി പറഞ്ഞു. ഓർഗൻ സിസ്റ്റം ആണ്, ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്, സീലോമേറ്റും കൂടിയാണ് ഇവര്. ഹാബിറ്റ് ടെറസ്ട്രിയൽ, ഫ്രഷ് വാട്ടർ, മറൈൻ, ഫ്രീ ലിവിങ് അല്ലെങ്കിൽ പാരസൈറ്റിക് ആയിട്ട് ഇവരെ കാണാനായിട്ട് പറ്റും. പാരസൈറ്റിക് ആയിട്ടും ഇവരെ കാണാനായിട്ട് പറ്റും. ദെൻ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാ? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ ഇവരുടെ റെസ്പിറേഷൻ, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. എന്താ മക്കളെ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞ? റെസ്പിറേഷൻ ത്രൂ. എന്താ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ? എന്താ ക്യൂട്ടേനിയസ്? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. Yes. Respiration through ഗൗരി എന്താ? ആരും ഒരാൾ പറഞ്ഞല്ലോ. സ്കിന്നാണോ മിസ്? യെസ്, സ്കിന്നിലൂടെയാണ് അവരുടെ റെസ്പിറേഷൻ നടക്കുന്നത്. ഇനി അടുത്തത് ബ്രാങ്കിയൽ റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഗില്ലിലൂടെ റെസ്പിറേഷൻ നടത്തുന്നു. അപ്പോൾ റെസ്പിറേഷൻ നന്നായിട്ട് നോക്കി വെക്കുക. ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ഉണ്ട്, ബ്രാങ്കിയൽ റെസ്പിറേഷൻ ഉണ്ട്. ദെൻ സർക്കുലേറ്ററി സിസ്റ്റം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. റീപ്രൊഡക്ഷൻ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. എർത്ത്വേംസ് ആൻഡ് ലീച്ചസ് ആർ മൊണീഷ്യസ് ആണ്. എർത്ത്വേം ആൻഡ് ലീച്ചസ് മൊണീഷ്യസ് ആണ്. നീരിസ് ഡൈഷ്യസ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ നോക്കേണ്ടത്. പല്ലിഡില് എർത്ത്വേമും ലീച്ചസും മൊണീഷ്യസ് ആയിട്ടാണ് കാണുന്നത്.
ദെൻ അടുത്തത് ഇൻഡയറക്റ്റ് ആണ്. നീരിസ് ഈസ് എ ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് ആണ്, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പൊ ഡെവലപ്മെന്റിന്റെ കേസ് പറയുമ്പോൾ ഡയറക്റ്റ് ഡെവലപ്മെന്റ് വരുന്നത് എർത്ത് വേമിലും ലീച്ചസിലും ദേ ആർ മൊണീഷ്യസ് ആണ്, ബൈസെക്ഷൽ ആണ്. ദെൻ ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ നീരിസ് ആണ്. നീരിസ് ദറ്റ് ഈസ് ഡൈഷ്യസ്. സോറി, എർത്ത് വേം ആൻഡ് ലീച്ചസ് മൊണീഷ്യസ്, നീരിസ് ഈസ് ഡൈഷ്യസ്. അപ്പൊ രണ്ട് തരത്തിലുള്ള ഡെവലപ്മെന്റ്സും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഹാബിറ്റാറ്റ് നമ്മൾ പറഞ്ഞു, ടെറസ്ട്രിയൽ, ഫ്രഷ് വാട്ടർ, മറൈൻ, പിന്നെ ഫ്രീ ലിവിംഗ് ആണ്, പാരസൈറ്റിക് ആണ്. ദെൻ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ഉണ്ട്, ബ്രാങ്കിയൽ റെസ്പിറേഷൻ കാണാൻ പറ്റും. സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. ദെൻ റീപ്രൊഡക്ഷൻ എങ്ങനെയാ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. അതുപോലെ തന്നെ എർത്ത് വേംസും ലീച്ചസും മൊണീഷ്യസ് ആണ്, വൈൽ നീരിസ് ഈസ് ഡൈഷ്യസ് ആണ്. ദെൻ എർത്ത് വേമിന്റെയും ലീച്ചസിന്റെയും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. ദെൻ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് നീരിസിൽ കണ്ടുവരുന്നു. ഓക്കെ, അതും കൂടി നമുക്ക് പഠിക്കണം. ഇനി ഇവരുടെ യുണീക് ഫീച്ചർ നമുക്ക് ആദ്യം തന്നെ അറിയാം, ദാറ്റ് ഈസ് സെഗ്മെന്റേഷൻ. സെഗ്മെന്റ് ലൈക്ക് റിംഗ്സ് പ്രസന്റ് ആണ്. ഇനി വേറൊരു യുണീക് ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ലോക്കോമോട്ടറി ഓർഗൻസ് ആർ സീറ്റേ ആണ് അവരുടെ ലോക്കോമോട്ടറി ഓർഗൻസ്. ആരില്? എർത്ത് വേമില്. എർത്ത് വേമിന്റെ, അപ്പൊ എർത്ത് വേം മാച്ച് ഫോളോയിങ് തരാം, എർത്ത് വേം സീറ്റേ, അത് മാച്ച് ചെയ്യാനായിട്ട് അറിയണം. ഇനി ഓർ പാരപോഡിയ ഇൻ നീരിസ്. അപ്പൊ ലോക്കോമോട്ടറി ഓർഗൻ ദാറ്റ് ഈസ് എർത്ത് വേമും പാരപോഡിയാണെന്ന് അറിയാം. ദെൻ യുണീക് ഫീച്ചേഴ്സ്, ലോഞ്ചിറ്റ്യൂഡിനലും സർക്കുലർ മസിൽസും ലോക്കോമോഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്ക്രീഷന് നെഫ്രീഡിയ സഹായിക്കുന്നുണ്ട്. അപ്പൊ അതും അതിന്റെ യുണീക് ഫീച്ചർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവരിൽ എന്താണുള്ളത്, പെയേർഡ് ഗാംഗ്ലിയ പ്രസന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. ലേറ്ററൽ നെർവ്സ്, ഡബിൾ വെൻട്രൽ നെർവ് കോഡ് ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് നെർവ് കോഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫൈലം അനലിഡിയിലാണ്. അനലിഡിയിലാണ് നമുക്ക് എന്താ പെയേർഡ് ഗാംഗ്ലിയ പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്താണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അക്വാട്ടിക് അനലിഡ്സ് എന്ന് പറയുന്നത് നീരിസ് ആണ്. നീരിസിന് പാരപോഡിയ ആണ് അവരുടെ സ്വിമ്മിങ്ങിന് സഹായിക്കുന്നത്. ഓക്കെ, അക്വാട്ടിക് അനലിഡ്സ് എക്സാമ്പിൾ നീരിസ് ആണ്. അവരുടെ മീൻസ് സ്വിമ്മിങ്ങിന് സഹായിക്കുന്നത് പാരപോഡിയ ആണ് അവരുടെ സഹായിക്കുന്നത്. അടുത്ത് നോക്കിയേ, ഗ്രേഡ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം. ദെൻ സിമെട്രി എന്ന് പറയുന്നത് ബൈലാറ്ററൽ സിമെട്രി ആണ്, ട്രിപ്ലോബ്ലാസ്റ്റിക്, ദെൻ സീലോമേറ്റ്, ടെറസ്ട്രിയൽ, ഫ്രഷ് വാട്ടർ, മറൈൻ, ഫ്രീ ലിവിംഗ് ആണ്. ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ്. ദെൻ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, ബ്രാങ്കിയൽ റെസ്പിറേഷൻ ഉണ്ട് അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് ആണ്. റീപ്രൊഡക്ഷൻ, സെക്ഷൽ, എർത്ത് വേം, ലീച്ചസ്, ഇത് നമ്മൾ നന്നായിട്ട് നോക്കി വെക്കണം. മൊണീഷ്യസ് ആരാണ്? നീരിസ് എന്ന് പറയുന്നത് ഡൈഷ്യസ് ആണ്. ഡെവലപ്മെന്റ് ഇൻഡയറക്റ്റ് ആണെന്ന് നോക്കി വെക്കുക. പിന്നെ ഇവരുടെ യുണീക് ഫീച്ചർ ട്രൂ സെഗ്മെന്റേഷൻ ഉണ്ട്. ലോഞ്ചിറ്റ്യൂഡൽ മസിൽസും സർക്കുലർ മസിൽസും ഉണ്ട്. അത് രണ്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലോക്കോമോട്ടറി ഓർഗൻസ് എന്ന് പറയുന്നത് സീറ്റേ അല്ലെങ്കിൽ പാരപോഡിയ ആണ്. എക്സ്ക്രീഷൻ ഈസ് നെഫ്രീഡിയ. പിന്നെ അതുപോലെ തന്നെ പെയേർഡ് ഗാംഗ്ലിയ, ലേറ്ററൽ നെർവ്സ് പ്രസന്റ് ആണ് ഇവരില്. പിന്നെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഫെർട്ടിമ. ഫെർട്ടിമ എന്ന് പറയുന്നത് നമ്മുടെ ആരുടെ സയന്റിഫിക് നെയിമാ? നമ്മുടെ എർത്ത് വേം. എർത്ത് വേം. ദെൻ ഹൈറുഡിന. ഹൈറുഡിന എന്ന് പറയുന്നത് ആരാ? ആന്റി കോയാഗുലന്റ്, ബ്ലഡ് സക്കിംഗ് ലീച്ച്. പിന്നെ നീരിസ് എന്ന് പറയുമ്പോൾ സാൻഡ് വേം. അങ്ങനെ ഇതാണ് മെയിൻലി നമുക്ക് സയന്റിഫിക് നെയിമും ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടത്. അപ്പൊ അതവിടെ തന്നിട്ടുണ്ട് സയന്റിഫിക് നെയിമും അതിന്റെ എന്താണ് എർത്ത് വേം, ഫെർട്ടിമ, ലീച്ച്, ഹൈറുഡിന, നീരിസ്, സാൻഡ് വേം എന്ന് അതിന്റെ സയന്റിഫിക് നെയിം ആൾസോ തന്നിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. അനലിഡയില് എക്സാമ്പിൾസും അതിന്റെ സയന്റിഫിക് നെയിമും പഠിക്കുക. എല്ലാത്തിലും അതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ അനിമൽ കിങ്ഡത്തിൽ നിന്ന് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നന്നായിട്ട് തന്നെ ഈ സീലോമും ഇതൊക്കെ ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ജേം ലെയേഴ്സ്, സിമെട്രി, സീലോം, ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അടുത്ത് നമ്മുടെ ഒരു മാച്ച് ദ ഫോളോയിങ് നോക്കിയേ, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. ടീനിയ ഏതാ വരിക? ഏത് ഓപ്ഷനാ വരിക എന്നുള്ളത് നിങ്ങൾ മാച്ച് ചെയ്തിട്ട് ഒരാൾ പറഞ്ഞു നോക്കട്ടെ. മാച്ച് ചെയ്ത് നോക്കിയേ ഏതാ വരിക എന്നുള്ളത്. ഓപ്ഷൻസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം. ഇതിപ്പോ നമ്മൾ ഇത്രയും പഠിച്ചതിന്റെ ഒരു ഏകദേശമാണ്. ഏത് ഓപ്ഷനാ വരിക? എ ആണോ, ബി ആണോ, സി ആണോ, 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ നോക്കിട്ട് പറഞ്ഞേ. യെസ്, ഓപ്ഷൻ 1. അപ്പൊ ഓപ്ഷൻ 1 ആണ് ഇതിൽ ആൻസർ വരുന്നത്.
എന്താ ടീനിയ എന്ന് പറയുന്നത് ഹൂക്സ് ആൻഡ് സക്കേഴ്സ് പ്രസന്റ് ആണ് അല്ലെ. ദെൻ പ്ലനേരിയ BP അല്ലെ, പ്ലനേരിയ ഹൈ റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട് നമ്മൾ പഠിച്ചു. ദെൻ പ്ലൂറോബ്രാങ്കിയ അല്ലെ, C എന്ന് പറയുന്നത് Q ബയോലൂമിനിസെൻസ് ഉള്ള ഒരാളാണ് നമ്മൾ പഠിച്ചു. നീരിസ് പാരക്കോഡിയ, അതിപ്പോ നമ്മൾ പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടോ മക്കളെ? ഓക്കെ യെസ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് കെയർഫുള്ളി. എന്നിട്ട് ഇത് ആരുടെ ഫീച്ചർ ആണെന്ന് നോക്കിയേ. They are triploblastic. Alimentary canal is complete with well-developed muscular pharynx and excretory tube. Removes body waste from the body cavity through the excretory pore. Dioecious internal fertilization. അപ്പൊ ഇതൊക്കെ നന്നായി പഠിച്ചില്ലെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല. ആരുടെയാണെന്ന് നോക്കി പറഞ്ഞേ. യെസ്, ആഷൽമിൻഡസ്. എല്ലാവർക്കും കിട്ടിയോ? പറ്റുന്നുണ്ടോ? യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ ആസൽമിൻഡസും മറ്റേതൊക്കെ ഫൈലംസും അനഡിഡിയൊക്കെ പഠിച്ചു പോയപ്പോ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും കൂടി പഠിച്ചിരിക്കുമ്പോഴും ഇതുപോലെ എന്ത് ചെയ്യണം, ഓർമ്മ ഉണ്ടായിരിക്കണം. ഓരോരോ ഇത് വായിക്കുമ്പോഴും നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോഴും ഇന്ന ഫൈലമാണ് എന്ന് വ്യക്തമായിട്ട് അറിയണം. അപ്പൊ നമ്മൾ ഇതെല്ലാം പഠിച്ചു 2-3 ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ട് ഇത് ആൻസർ ചെയ്യാൻ പോകുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു സ്റ്റേറ്റ്മെന്റുകൾ വ്യക്തമായിരിക്കണം. ഇപ്പൊ നമ്മൾ ആർത്രോപോഡ, ഡെർമാറ്റ, അനലിഡ അതൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാലും അതിന്റെ ഫീച്ചേഴ്സ് നമുക്ക് അറിയണം ചെയ്യാനായിട്ട്. യെസ്. അപ്പൊ അത് കഴിഞ്ഞു, ആ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി അടുത്തത് അടുത്ത ഫലത്തിലേക്ക് പോവാം. യെസ്, പോകാം. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, ഫൈലം ആർത്രോപോഡയാണ്. നമ്മുടെ ആർത്രോപോഡന്റെ ഫീച്ചേഴ്സ് അറിയില്ലേ നമുക്ക്? എന്താ ആർത്രോപോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം, ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമേലിയ അല്ലെ. അനിമേലിയയിൽ തന്നെ നമ്മുടെ 2/3 ഓഫ് സ്പീഷ്യസിൽ തന്നെ കൂടുതലും വരുന്ന ആൾക്കാർ എന്താ, ആർത്രോപോഡ്സ് ആണ്. അവരുടെ ജോയിന്റഡ് ലെഗ്സ് അല്ലെങ്കിൽ ജോയിന്റഡ് അപ്പൻഡേജസ് എന്നാണ് അവർ അറിയപ്പെടുന്നത്. ദെൻ ഇവരുടെ ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്റാറ്റ് ടെറസ്ട്രിയൽ, അക്വാട്ടിക് ആണ്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ബൈലാറ്ററൽ സിമെട്രി. ദെൻ ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. സീലോമേറ്റ്സ് പ്രസന്റ് ആണ്. സെഗ്മെന്റഡ് ബോഡി, ഇവരുടെ ബോഡി സെഗ്മെന്റഡ് ആണ്. ഇവരുടെ ബോഡി ഫുള്ളി എന്താണ്, സെഗ്മെന്റേഷൻസ് നിറഞ്ഞിട്ടുള്ളതാണ് ഇവരുടെ ബോഡി എന്ന് പറയുന്നത്. സീലോമേറ്റ് ആണ്, സെഗ്മെന്റേഷൻ പ്രസന്റ് ആണ്. ഇനി ബോഡി 2 ഓപ്പണിങ്സ് ഉണ്ട്. ദേ ഹാവ്സ് എ മൗത്തും ഏനസ് ഉണ്ട്. കോസ്മോപൊളിറ്റൻ മീൻസ് ഫൗണ്ട് ഇൻ എവറിവെയർ, എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് ആർത്രോപോഡ്സിനെ കണ്ടുവരുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് വണ്ടാണെങ്കിലും ബട്ടർഫ്ലൈസ് ആണെങ്കിലും പാറ്റയാണെങ്കിലും എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതിലൊക്കെ എന്തുണ്ട്, നമ്മുടെ ആർത്രോപോഡ്സ് ആയിരിക്കും. അവരൊക്കെ ആർത്രോപോഡ്സ് ആയിരിക്കും. അപ്പൊ ഓൾ ഓവർ ദ വേൾഡ് എല്ലായിടത്തും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുവരുന്നുണ്ട്. ഇനി ഇവരുടെ റെസ്പിറേഷന് സഹായിക്കുന്നത് ഗിൽസ് ഉണ്ട്. ഗിൽസ്, ട്രക്കിയ, ബുക്ക് ലങ്സ്, ഇത്രയും സംഭവങ്ങൾ ആണ് റെസ്പിറേറ്ററി ഓർഗൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഗിൽസ് കണ്ടുവരുന്നത് ആരിലൊക്കെയാണ്? ഗിൽസ് എന്ന് പറയുന്നത് കാണുന്നത് ആരിലാണ്? നമ്മുടെ ഗിൽസ് എന്ന് പറയുന്നത് കണ്ടുവരുന്നത് നമ്മുടെ ആരിലൊക്കെയാണ്? പ്രോൺസിലും ക്രാബ്സിലൊക്കെയാണ് ഗിൽസ് കണ്ടുവരുന്നത്. പിന്നെ അടുത്ത് ബുക്ക് ഗിൽസ് അല്ലെ. ബുക്ക് ഗിൽസ് കണ്ടുവരുന്നത് ആരിലൊക്കെയാണ്? ബുക്ക് ഗിൽസ് കണ്ടുവരുന്നത് ലിമുലസിന് സയന്റിഫിക് നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ആരാ? കിങ് ക്രാബ് അല്ലെ. കിങ് ക്രാബ്. പിന്നെ അടുത്തത് ബുക്ക് ലങ്സ് എന്ന് പറയുന്നത് കണ്ടുവരുന്നത് ആർക്കാ? സ്കോർപിയോൺസ്, സ്പൈഡേഴ്സ് അവരിലാണ് ബുക്ക് ലങ്സ് കണ്ടുവരുന്നത്. ട്രക്കിയൽ സിസ്റ്റം കണ്ടുവരുന്നത് ഇൻസെക്ട്സില്, അതായത് ബട്ടർഫ്ലൈ. എക്സാമ്പിൾ ബട്ടർഫ്ലൈ പറയാം, ഇൻസെക്ട്സ് ബട്ടർഫ്ലൈ. പിന്നെ അതുപോലെ തന്നെ മൊസ്കിറ്റോ, കോക്രോച്ച് ഇവരിലൊക്കെയാണ് എന്ത് കണ്ടുവരുന്നത്? ട്രക്കിയൽ സിസ്റ്റം കണ്ടുവരുന്നത്. ഓക്കെ, അപ്പൊ ഗിൽസ് പ്രോൺസിലും ക്രാബ്സിലും കണ്ടുവരുന്നു. ബുക്ക് ഗിൽസ് എന്ന് പറയുന്നത് ലിമുലസിലാണ് കണ്ടുവരുന്നത്, കിങ് ക്രാബ്. ബുക്ക് ലങ്സ് എന്ന് പറയുന്നത് സ്കോർപിയോൺസ്, സ്പൈഡേഴ്സ്, ട്രക്കിയൽ സിസ്റ്റം, ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈസിലാണ് കണ്ടുവരുന്നത്. ഇനി ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ബ്ലഡ് ഈസ് പമ്പ്ഡ് ബൈ ദ ഹാർട്ട് ഇൻ ടു ദ ബോഡി ക്യാവിറ്റീസ്. അപ്പൊ ബ്ലഡ് ഈസ് പമ്പ്ഡ് ഇൻ ടു ദ ഹാർട്ട് ബൈ ബോഡി ക്യാവിറ്റി. നമ്മൾ മറ്റേ സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചപ്പോൾ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓപ്പൺ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ കേസൊക്കെ. അപ്പൊ ഇവിടെ എന്താ, സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ ടൈപ്പ് ആണ്. ഇനി അടുത്തത് റീപ്രൊഡക്ഷൻ എങ്ങനെയാ?
ഡൈഷ്യസ് ആണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് അവരിൽ നടക്കുന്നത്. ഡൈഷ്യസ് ആണ്, ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് അവരിൽ നടക്കുന്നത്. മോസ്റ്റ്ലി ഓവി പാരസ് ആണ്. ഓവി പാരസ് എന്ന് പറയുമ്പോൾ എഗ് ലേയിങ്, മുട്ടയിടുന്ന ആൾക്കാരാണ് ഇവർ കൂടുതലായിട്ടും. ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് ഡെവലപ്മെന്റും നടക്കാം, ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റും ഇവരിൽ നടക്കും. ഓക്കെ, ഇനി അടുത്തത് ഇവരുടെ പ്രത്യേകത, യുണീക് ഫീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ ജോയിന്റഡ് അപ്പൻഡേജസ് ആണ്. ബോഡി 3 റീജിയൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ. ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ബോഡിന്റെ ഒരു കവറിങ് എന്ന് പറയുന്നത് കൈറ്റിൻ കൊണ്ടാണ്. കൈറ്റിനസ് ക്യൂട്ടിക്കൽ, അതായത് എക്സോസ്കെൽറ്റൻ ഈസ് മേഡ് അപ്പ് ഓഫ് കൈറ്റിൻ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. അപ്പൊ ബോഡി കൈറ്റിൻ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ്ക്രീഷൻ, ഇവരുടെ എക്സ്ക്രീഷൻ നോക്കിയാൽ മക്കളെ മാൾപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ഇവരുടെ എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി സെൻസറി ഓർഗൻസ്. സെൻസറി ഓർഗൻസ് എന്ന് പറയുന്നത് ആന്റിന ഉണ്ട്, കോമ്പൗണ്ട് ഓർ സിമ്പിളായി പ്രസന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ സ്റ്റാറ്റോസിസ്റ്റ് ഉണ്ട്. സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ബാലൻസിങ് ആണ്. ബാലൻസിങ് ഓർഗൻ ആണ് സ്റ്റാറ്റോസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇവരുടെ സെൻസറി സിസ്റ്റം എന്ന് പറയുന്നത് ആന്റിന, ഐസ് ഉണ്ട്. ഐസ് എന്ന് പറയുമ്പോൾ 2 വരും, സിമ്പിളും കോമ്പൗണ്ട് ഐ എന്ന് പറയുന്നു. ദെൻ അതുപോലെ തന്നെ സ്റ്റാറ്റോസിസ്റ്റ് ഇറ്റ് ഈസ് ഫോർ ബാലൻസിങ് ഓർഗൻ. ബാലൻസിങ് ഓർഗൻ ആയിട്ടാണ് നമ്മുടെ സ്റ്റാറ്റോസിസ്റ്റ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ഫൈലം ആർത്രോപോഡിന്റെ കുറെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ, ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, കുറെ ആൾക്കാരനെ പറഞ്ഞു ബുക്ക് ഗിൽസ് ആരിലാണ്, ലങ്സ് ആരിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്പൈഡേഴ്സ് ഉണ്ട്, സ്കോർപിയോൺസ് ഉണ്ട്, ക്രാബ് ഉണ്ട്, പ്രോൺസ് ഉണ്ട്. ഇവരൊക്കെയാണ് നമ്മുടെ എക്സാമ്പിൾ. അതുപോലെ തന്നെ പല തരത്തിലുള്ള ഇൻസെക്ട്സും കൂടി എക്സാമ്പിൾ ആണ്. ഇനി അടുത്തത് നമ്മുടെ എൻസിആർടിയിൽ ഉണ്ട്. ആരൊക്കെയാണ് എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, ആരൊക്കെയാണ് വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ ഗ്രിഗോറിയസ് പെസ്റ്റ് ആരൊക്കെയാണ്, ഗ്രിഗോറിയസ് പെസ്റ്റ് എന്ന് പറയുമ്പോൾ കൂട്ടത്തോട് അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് പഠിക്കണം. അതും നമുക്ക് ഓഡ് വൺ ഔട്ടോ അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ടൈപ്പിലൊക്കെ ചോദിക്കാറുണ്ട്. എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ളത് എക്സാമ്പിൾസ് നോക്കി വെക്കണം. ഓക്കെ, എക്കണോമിക്കൽ ഇമ്പോർട്ടൻസ് യൂസ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്, എക്കണോമിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ലാസിഫർ, ബോംബിക്സ്, ആപ്പിസ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ ലാസിഫർ ലാക്ക് ഇൻസെക്ട് ആണ്. അപ്പൊ ഹണി ബി, അതുപോലെ തന്നെ ബോംബിക്സ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്ലൈ ആണ്. അതുപോലെ തന്നെ സിൽക്ക് വേംസ് ഒക്കെ ഉണ്ടാക്കില്ലേ, സിൽക്ക് വേംസ് ആണ് ബോംബിക്സ് എന്ന് പറയുന്ന ആൾക്കാര്. അതുപോലെ തന്നെ ലാസിഫർ എന്ന് പറയുന്നത് ലാക്ക് ഇൻസെക്ട് ആണ്. ഓക്കെ, അവരൊക്കെ നമുക്ക് എക്കണോമിക്കലി പലതരത്തിലും യൂസ്ഫുൾ ആണ് ഈ ആൾക്കാരൊക്കെ. ബോംബിക്സ്, സിൽക്ക് വേംസ്, ആപ്പിസ് നമ്മുടെ ഹണി ബി ആണ്. ആപ്പിസ് ഇൻഡിക്ക എന്ന് പറയുന്നത് ഇന്ത്യൻ ഹണി ബി ആണ്. സോ ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഫോർ പ്രൊഡ്യൂസിങ് ഹണീസ് അല്ലെ, നമുക്ക് ഹണീസ് കിട്ടാനായിട്ട് അവർ സഹായിക്കുന്നുണ്ട്. ഇനി വെക്ടേഴ്സ് അനോഫിലസ് മൊസ്കിറ്റോ, പിന്നെ അതുപോലെ തന്നെ ക്യൂലെക്സ്, എയ്ഡിസ്, ഇവരൊക്കെയാണ്. അനോഫിലസ് നമ്മൾക്ക് മലേറിയ സ്പ്രെഡ് ചെയ്യിക്കുന്നു. അതുപോലെ തന്നെ ക്യൂലെക്സ് ആണെങ്കിൽ ഡെങ്കു ഫീവർ, ഫിലാരിയസിസ് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ എയ്ഡിസ് ആണെങ്കിൽ ഡെങ്കു ഫീവർ നമുക്ക് ഉണ്ടാക്കുന്നു. അപ്പൊ വെക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്ന 3 ആൾക്കാര് ആരൊക്കെയാണ്, നമ്മുടെ അനോഫിലസ്, ക്യൂലെക്സ്, മോസ്കിറ്റോ, എയ്ഡിസ്. അപ്പൊ ഇത്രയും. അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ഫ്ലൈ ആൾസോ ഒരു വെക്ടർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് ലിവിങ് ഫോസിൽ എന്ന് പറയുന്നത് നമ്മുടെ ലിവിങ് ഫോസിൽ നമ്മുടെ കിങ് ക്രാബ്, ലിമുലസ് എന്ന് പറയുന്നു. ലോക്കസ്റ്റ് ആണ് നമ്മുടെ വെട്ടുകിളി എന്നൊക്കെ പറയുന്ന സാധനം. ലോക്കസ്റ്റ്, ഗ്രിഗേറിയസ് പെസ്റ്റ്. ഓക്കെ, ലോക്കസ്റ്റ്, ഗ്രിഗേറിയസ് പെസ്റ്റിന് എക്സാമ്പിൾ ആണ്. ലിവിങ് ഫോസിൽ ലിമുലസ് ആണ്, കിങ് ക്രാബ് ആണ്. അതുപോലെ തന്നെ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ 2 ഫൈലും തമ്മിൽ കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണറിയോ, പെരിപ്ലാങ്ടസ്. കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് പെരിപാറ്റസ്. ഏതൊക്കെ തമ്മിൽ കണക്റ്റിംഗ് ലിങ്ക് എന്ന് ചോദിച്ചാൽ ബിറ്റ്വീൻ അനലൈറ്റ്സ് ആൻഡ് ആർത്രോപോഡ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ആർത്രോപോഡയില് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പൊ ആർത്രോപോഡ ഓർഗൻ സിസ്റ്റം ആണ്, ബൈലാറ്ററൽ സിമെട്രി, അതുപോലെ തന്നെ ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റ്, കോസ്മോപൊളിറ്റൻ മീൻസ് എല്ലായിടത്തും കാണാൻ പറ്റുന്നു. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. ഗിൽസ്, ട്രക്യ, ബുക്ലൻസ് ഒക്കെയാണ് അവരുടെ റെസ്പിറേറ്ററി സിസ്റ്റം. ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ഈസ് ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം. ദെൻ റീപ്രൊഡക്ഷൻ മോസ്റ്റ്ലി ഡൈഷ്യസ് ആണ്. യൂഷ്വലി അവരുടെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. മോസ്റ്റ്ലി ഓവിപാരസ്. ഡെവലപ്മെന്റ് ഈസ് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് നടക്കുന്നുണ്ട്.
ജോയിന്റഡ് അപ്പൻഡേജസ് ആണ്. ബോഡി ഹാസ് ഹെഡ് ഉണ്ട്, തൊറാക്സ്, അബ്ഡോമൻ, ക്യൂട്ടിക്കിൾ അല്ലെ, കൈറ്റിനസ് ക്യൂട്ടിക്കിൾ ഉണ്ട്, മാൾപീജിയൻ ട്യൂബ്യൂൾ, സെൻസ് ഓർഗൻസ്, ആന്റിന, കോമ്പൗണ്ടായി ആൻഡ് ഓൾസോ സിമ്പിൾ ആയി പ്രസന്റ് ആണ്. ദെൻ സ്റ്റാറ്റോസിസ്റ്റ് എന്തിനാ പറഞ്ഞു നമ്മൾ, ഫോർ ബാലൻസിങ് ആണെന്ന് പറഞ്ഞു. എക്സാമ്പിൾസ് സ്പൈഡർ, സ്കോർപ്പിയോൺ, ക്രാബ്, പ്രോൺ, ഇൻസെക്ട്, കുറെ ആർത്രോപോഡ്സ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ആർത്രോപോഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ആർത്രോപോഡ്സ് ആണ് നമ്മൾ ലാർജസ്റ്റ് ഫൈലം ഓഫ് അനിമേലിയ എന്ന് അറിയപ്പെടുന്നത്. നമ്മളുടെ അനിമലിയ അല്ലെങ്കിൽ അനിമൽ കിങ്ഡത്തിൽ തന്നെ 2/3 ഓഫ് ദ സ്പീഷ്യസ് വിച്ച് പ്രസന്റ് ഇൻ ദ എവിടെയായിരിക്കും നമ്മുടെ ഈ ഒരു ആർത്രോപോഡിൽ തന്നെയാണ് കാണാൻ പറ്റുക. ആർത്രോപോഡിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റഡ് അപ്പൻഡേജസ് ആണ്. ആർത്രോ മീൻസ് ജോയിന്റഡ്, പോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻഡേജസ് എന്നാണ് മീനിങ് വരുന്നത്. അപ്പൊ ജോയിന്റഡ് അപ്പൻഡേജസ് ഉള്ള ജീവികളാണ് ഈ ആർത്രോപോഡ്സ് എന്ന് പറയുന്നത്. ഇവരുടെ ഹാബിറ്റ്സ് ആൻഡ് ഹാബിറ്ററ്റ് ടെറസ്ട്രിയൽ ആൻഡ് അക്വാട്ടിക് ആണ്. ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ, ബൈലാറ്ററൽ സിമെട്രി ആണ്. ദെൻ ദേ ആർ ട്രിപ്ലോബ്ലാസ്റ്റിക്, സീലോമേറ്റും കൂടിയാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് ആൻഡ് സീലോമേറ്റ് ആണ്. ദെൻ സെഗ്മെന്റഡ് ബോഡി, ഇവരുടെ ബോഡിയിലും സെഗ്മെന്റ് ആണ്. അനലീഡ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അനലീഡയിൽ സെഗ്മെന്റേഷൻ ഉണ്ട് എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ നമ്മൾ അപ്പോൾ തന്നെ ചെറുതായിട്ട് പറഞ്ഞു ആർത്രോപോഡ്സിലും സെഗ്മെന്റേഷൻ കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ബോഡി കവർ ചെയ്തിരിക്കുന്നത് എന്താ, കൈറ്റിനസ് എക്സോസ്കെൽട്ടൻ കൊണ്ടാണ്. ദെൻ പ്രസൻസ് ഓഫ് കൈറ്റിനസ് എക്സോസ്കെൽട്ടൻ, അതുകൊണ്ട് തന്നെ ആർത്രോപോഡ്സ് കൂടുതലായിട്ട് മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റ്സിൽ കണ്ടുവരുന്നത്. ഇനി ബോഡി ഈസ് ഡിവൈഡഡ് ഇൻടു, അല്ലെങ്കിൽ ബോഡി കൺസിസ്റ്റ് ഓഫ് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ ആയിട്ടാണ് അവരുടെ ബോഡി കണ്ടുവരുന്നത്. ഇനി ഇവരുടെ ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റം ഈസ് കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് ഇവർ നടക്കുന്നത്. ഇനി റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഗിൽസിലൂടെ ഉണ്ട്, ബുക്ക് ഗിൽസിലൂടെ ഉണ്ട്, ബുക്ക് ലങ്സിലൂടെ റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ട്രക്കിയൽ റെസ്പിറേറ്ററി സിസ്റ്റം കൂടി നടക്കുന്നുണ്ട്. ഗിൽസിലാണെങ്കിൽ പ്രോൺസ്, ക്രാബ്സ്, ബുക്ക് ഗിൽസ് ആണെങ്കിൽ ലിമുലസ്, കിങ് ക്രാബ്, ബുക്ക് ലങ്സ് ആണെങ്കിൽ സ്കോർപ്പിയോൺ, സ്പൈഡേഴ്സ്, ട്രക്കിയൽ സിസ്റ്റം ആണെങ്കിൽ ഇൻസെക്ട്സ്, നമ്മൾ ബട്ടർഫ്ലൈ, മോസ്കിറ്റോസ്, കോക്രോച്ചസ് ഒക്കെയാണ് മെയിൻ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. പിന്നെ ഇവരുടെ സർക്കുലേറ്ററി സിസ്റ്റം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആണെന്ന് ഓർത്ത് വെക്കുക. എക്സ്ക്രീഷൻ മൾപീജിയൻ ട്യൂബ്യൂൾസ് ആണ് ഇവരുടെ നൈട്രോജീനസ് വേസ്റ്റ് എക്സ്ക്രീഷൻ മീൻസ് റിലീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, മൾപീജിയൻ ട്യൂബ്യൂൾസ് ആണ് എക്സ്ക്രീറ്ററി സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മുടെ ഈ ഒരു ഇതിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല, അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. എക്സ്ക്രീറ്ററി സിസ്റ്റം ദാറ്റ് ഈസ് മൾപീജിയൻ ട്യൂബ്യൂൾസ് എക്സ്ക്രീഷൻ. എക്സ്ക്രീഷൻ മൾപീജിയൻ ട്യൂബ്യൂൾസ് ആണ്, അതായത് റിമൂവൽ ഓഫ് നൈട്രോജനസ് വേസ്റ്റിന്റെ റിമൂവൽ ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, എക്സ്ക്രീഷൻ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ അതുപോലെ സെൻസറി സിസ്റ്റം നമ്മൾ പറഞ്ഞു, ആന്റിനി ഉണ്ട്, ഐസ് ഉണ്ട്, സ്റ്റാറ്റോസിസ്റ്റ് ഉണ്ട്. സ്റ്റാറ്റോസിസ്റ്റ് ഇറ്റ് ഈസ് എ ബാലൻസിങ് ഓർഗൻ ആണ്. ആന്റിന ഐസ് എന്ന് പറയുമ്പോൾ സിമ്പിൾ ആയി ഉണ്ട്, അതുപോലെ തന്നെ കോമ്പൗണ്ട് ആയി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവര് 3 തരത്തെ എക്കണോമിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻസെക്ട്സ് ഉണ്ട്, വെക്ടേഴ്സ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവര് എന്താ ഗ്രിഗേറിയസ് പെസ്റ്റ് ആയിട്ടും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണക്റ്റിംഗ് ലിങ്ക് ആയിട്ട് പെരിപാറ്റസും കൂടി നമുക്ക് കാണാൻ പറ്റുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആർത്രോപോഡന്റെ ഇതിൽ പറയാനുള്ളത്. ഓക്കെ, ആർത്രോപോഡ മനസ്സിലായോ? യെസ്, കിട്ടിയോ? മനസ്സിലായോ മക്കളെ? ഇതിലൊരു മാച്ച് ഫോളോയിങ് നിങ്ങൾക്ക് തരാം കേട്ടോ. യെസ്, നോക്കിയേ, ചെയ്തേ.
കിട്ടിയില്ലേ? ലിമുലസ് എന്താ വരിക? ലിവിങ് ഫോസിൽ. യെസ്. ഗ്രിഗേറിയസ് പെസ്റ്റ് നമ്മളിപ്പോ പറഞ്ഞത്. ഗ്രിഗേറിയസ് പെസ്റ്റ് എന്ന് പറയുമ്പോ ആരാ വരിക? ലൊക്കസ്റ്റ അല്ലേ? BP. ഇനി അടുത്തത് സി ആരാ വരിക? സിൽക്ക് വേം, ബോംബിക്സ്. കിട്ടുന്നില്ലേ ചെയ്യാനായിട്ട്? ഇതുപോലത്തെ മാച്ച് ദ ഫോളോയിങ്സ് ഒക്കെ നമ്മൾ പഠിച്ചു വെക്കണം. അപ്പൊ ഓക്കെ അല്ലേ? മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്ക് സമയം അടുത്തിരിക്കുന്നു. സോ നമ്മള് ആർത്രോപോഡ വരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോക്കുക. അപ്പൊ ഞാൻ നോട്ട്സ് അയച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കുക. ഓക്കെ, ക്ലാസ് മനസ്സിലായോ? ക്ലിയർ ആണോ? Yes, ma'am. Clear. ഓക്കെ. താങ്ക് യു. Thank you. താങ്ക് യു മിസ്.